എൻ്റെ സന്ദേശത്തിന് ഇംഗ്ലീഷിൽ അതിനൊരു ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ HQL അരിത്തമെറ്റിക് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. HQL അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ലൈഫ് അരിത്തമെറ്റിക്. ഇനി മലയാളത്തിൽ അത് പറയണമെങ്കിൽ ഉയർന്ന തര ജീവിത ഗണിതശാസ്ത്രം. So if you have to give a title for today's message, it is High Quality Life Arithmetic. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഒത്തിരി പേർക്ക് വലിയ പ്രശ്നമാണ്, കാര്യം കണക്കിൻ്റെ കാര്യമാണ്. Talking about arithmetic, it's a problem for many of us. ഞാൻ ഇന്നലെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു, യെസ്, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാത്സ് ഹാസ് എ പ്രോബ്ലം. മാത്തമാറ്റിക്സിന് ഒരു പ്രശ്നമുണ്ടല്ലേ? Maths really has a problem. എന്താണ് മാത്തമാറ്റിക്സിന്റെ പ്രശ്നം? എന്താണ്? What is the problem? എന്താണ് മാത്തമാറ്റിക്സിന്റെ പ്രശ്നം? എന്താണ് മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലം? എന്താണ്? What is the problem with maths? മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലം എന്താണ്? മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലം എന്തുവാ? ഇറ്റ് ഹാസ് ഫുൾ ഓഫ് പ്രോബ്ലംസ്. The problem with maths is that it's full of problems. കേട്ടോ, അതിനകത്ത് മുഴുവൻ എന്തുവാ? Problem. ഫുൾ ഓഫ് പ്രോബ്ലംസ് ആണ് മാത്തമാറ്റിക്സിനകത്ത്. The problem with maths is that it is full of നമ്മൾ problems. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഈ കണക്കുകൂട്ടലുകളാണ് നമുക്ക് ഒന്നും എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറ്റുന്നത്. Even in our lives, it is this calculations എന്നാ that... കെമിസ്ട്രി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. കെമിസ്ട്രി Look at chemistry. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തോ? രസതന്ത്രം. രസതന്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഓക്സിജനും ഹൈഡ്രജനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വാട്ടർ ആയിട്ട് മാറും. But the good part about chemistry is that when two molecules get together, they become ദൈവരാജ്യത്തിനകത്തും പറഞ്ഞു, ദൈവരാജ്യത്തിനകത്തും ദൈവസഭയ്ക്കകത്തും രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വന്ന മറ്റൊരു അത്ഭുതകരമായ കാര്യം നടക്കും. Even in the kingdom of God, if two people come together, another miracle would take place. രണ്ട് വ്യക്തികൾ കണക്കുകൂട്ടുന്ന വ്യക്തികൾ അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. But if these two people are people who would keep on calculating, nothing will happen. വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും കണക്കുകൂട്ടുന്നവരാണെങ്കിൽ, പറ്റുബുക്ക് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഒന്നും നടക്കത്തില്ല. If both husband and wife are very calculative about your life, nothing is going to happen. രസതന്ത്രം നോക്കിയേ, കെമിസ്ട്രി നോക്കിയേ, ഭയങ്കര കെമിസ്ട്രി എന്ന് പറയത്തില്ല. ആ കെമിസ്ട്രി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നീയും കൂടെ ചേരുമ്പോൾ മറ്റൊരു അത്ഭുതകരമായ കാര്യം നടക്കും. Chemistry is that when you and I come together, some miraculous thing will happen. എന്നാൽ ഇവിടെ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആ കണക്ക് ഉയർന്ന തരത്തിലുള്ള ഗണിതശാസ്ത്രമാണെങ്കിൽ, ഹൈ ക്വാളിറ്റി ലൈഫിലാണ് നീ ആ കണക്കിനെ ഉപയോഗിക്കുന്നതെങ്കിൽ, ഒന്നും എന്ന് പറയുന്നത് രണ്ടല്ല, വലിയൊന്നല്ല, ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒന്നായി മാറും. If you are going to use this calculation or maths in a high quality life, when one and one come together, it's not two, but something great will happen. Hallelujah. Hallelujah. നമ്മൾ അരിത്തമെറ്റിക് പഠിക്കുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 4. അതിന്റെ അപ്പുറത്തൊന്നും നമുക്ക് വരത്തില്ല. 2 into 2 is 4. 2 plus 2 is 4. Normal calculation, 2 into 2 is 4. Nothing greater can come. But in the kingdom of God, it can be 400 crores. 400 കോടി രൂപ ആക്കാൻ കഴിവുള്ളവനാണ് ഇവൻ. But the one who is in the kingdom is able to multiply it to 400 times. അതിന് ആധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിച്ചുകൊണ്ട് പ്രവേശിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. Ephesians 1:3. നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണമേ. അതിനകത്ത് കുറെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഗ്രീക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരാം. ഇതിനകത്തെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. 1-ാമത്തെ വാക്ക് ബ്ലെസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ബ്ലെസ്ഡ് be the God and Father of our Lord Jesus Christ, who has blessed us with all spiritual blessings in heavenly places in Christ. Blessed be the God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places in Christ. Father എന്ന് പറഞ്ഞാൽ പാറ്റേൺ ആണ്. പാറ്റേൺ ലാറ്റിനിനകത്തും ഗ്രീക്കിനകത്തും പാറ്റേൺ ആണ്. PATER പാറ്റേൺ. The root word for father is pater. ലോർഡ്, കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് കുറിയോസ് എന്നാണ്. The Greek word for Lord is kurios. അതുകൊണ്ട് നമ്മൾ സാമുദായിക സഭകളൊക്കെ കുറിയലൈസോൻ എന്ന് പറയത്തില്ലേ. അത് കർത്താവായിരിക്കുന്നതിനെ ഉയർത്തുന്ന നാമം. നമുക്കത് ഭയങ്കര ഇച്ചിച്ചിയായിട്ടൊക്കെ തോന്നിയാലും അത് പറയേണ്ട സാധനമാണ്. കുറിയലൈസോൻ എന്നാ പറയേണ്ടത്.
That's why traditional churches say Kyrie eleison, which just means praise the Lord. ഈസോസ് എന്നുള്ള വാക്കാണ് യേശു എന്നുള്ളതിന് ജീസസിന് ഈസോസ്, അതാ ഈശോ എന്ന് അവർ പറയുന്നത്. ഈശോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈശോ മെസ്സിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ കത്തോലിക്കൻ എന്നല്ല പറയേണ്ടത്, അത് ഗ്രീക്ക് ടേമാണ്, ലാറ്റിൻ ടേമിലാണ് ഈസോസ് എന്നാണ് പറയുന്നത്. Isos is the root word for Jesus in Latin, and that's why we say Isho. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തോസ് എന്നാണ്. അപ്പോൾ കുറിയോസ് ക്രിസ്തോസ് എന്ന്, കുറിയലൈസോൻ ക്രിസ്തലൈസോൻ എന്ന് പറയുന്ന വാക്കുകളെല്ലാം യേശുവിനെ സൂചിപ്പിക്കുന്നതാണ്. So the word Christos, Kurios all represent Jesus. അപ്പൊ ഇത് എവിടെ നിന്നാ വരുന്ന പാറ്റർ എന്ന് വെച്ചാൽ ഫാദർ എന്ന് പറയുന്ന ഒരാളിരിപ്പുണ്ട്. അതിനകത്ത് നൽകിത്തരുന്നൊരു അവസ്ഥയാണ് യേശു ക്രിസ്തുവിലുള്ള സകലവിധത്തിലുള്ള അനുഗ്രഹത്താലുള്ള അനുഗ്രഹം. So we have a Father, and through whom, through the Son, we get all these blessings. സ്പിരിച്വൽ ബ്ലെസ്സിംഗ് എന്ന് പറയുമ്പോൾ ന്യൂമാറ്റിക്കോസ് ബ്ലെസ്സിംഗ് എന്നുള്ളതിന്റെ വാക്ക് യുലോജിയ എന്നുള്ള വാക്ക്. അതിലേക്കൊന്ന് പോകാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറയുന്നത്. The word for blessing is eulogia. ആമേൻ. എന്തിനാണ് യുലോജിയ എന്നുള്ള വാക്ക് ഈ ബ്ലെസ്സിങ്ങിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്? Why do we use the word eulogia for ഇത് blessing? പഴയ നിയമത്തിൽ നോക്കുമ്പോൾ എബ്രായ ഭാഷയ്ക്കകത്ത് ഇവിടെ ബെറാക്ക് എന്നുള്ള വാക്കായിരുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്റെ കൂടെ ഒപ്പം യാത്ര ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്ന വാക്കാണ് ബെറാക്ക്. In the Old Testament, the word for blessing used is berak. ആ ബെറാക്ക് എന്നുള്ള വാക്കിനെ അബ്രഹാം വന്നു കഴിഞ്ഞപ്പോൾ ബെറാക്ക ആക്കി. ബെറാക്ക എന്ന് പറയുമ്പോൾ ബർ കഫ് ഹേ എന്ന് പറയുന്ന 3 വാക്കുകൾ കൊണ്ടുള്ളതാണ്. When Abraham came, it became Baraka, which comes from the Hebrew words Bar Kaf He. Earlier it was Barak. When Abraham came, Abraham വന്നപ്പോൾ ബെറാക്കയായി. ബെറാക്ക എന്ന് പറയുന്ന വാക്കുകൾ 3 വാക്കുകൾ ചേരുന്നതാണ് ബർ കഫ് ഹേ. So the word Baraka comes from 3 Hebrew alphabets Bar Kaf He. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നർത്ഥം, സൺ, പുത്രൻ. Bar means son. കഫ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹാൻഡ്, തുറന്ന കൈ. Kaf means open hand. ഹേ എന്ന് പറഞ്ഞാൽ കൃപ എന്നർത്ഥം, കൃപ. He means അത് grace. ചേർന്ന് നമ്മൾ ശ്രദ്ധിച്ച് അനുഗ്രഹം എന്നുള്ള വാക്ക് പകരമായിട്ട് പുത്രനാൽ തുറന്ന കരമെന്ന് അതിന്റെ അർത്ഥം. It also means it is the hand opened through the Son. ആ തുറന്ന കരത്തിനകത്ത് എന്തോ ഇരിക്കുന്ന കൃപ. And in that open hand is grace. അപ്പൊ യു ആർ എ ബ്ലെസ്സിംഗ് എന്നുള്ള ബെറാക്ക എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഇപ്പൊ എന്നെ നോക്കി നിങ്ങൾ പറയാണ് യു ആർ എ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രന്റെ തുറന്ന കരത്തിനാൽ കൃപയാൽ നിറയപ്പെട്ടവനെന്ന എന്റെ അർത്ഥം. If you look at me and say that I am a blessing, it means because of the open hand of the Son, there is grace. ഒരാളെ നോക്കിയിട്ട് പറയാ തുറന്നിരിക്കുന്ന പുത്രന്റെ ആ കരത്തിൽ നിന്ന് വരുന്ന കൃപയാൽ നിറഞ്ഞിരിക്കുന്നവനെ, അത് അനുഗ്രഹം എന്ന് പറയുന്നത്. If you call someone that you are a blessing, it means because of the open hand of the Son, you are filled with grace. ഇവിടെ ഗ്രീക്ക് വേർഡ് ബ്ലെസ്സിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന യുളോജിയ എന്ന വാക്ക് EULOGIA, യുളോജിയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. The Greek word used here is eulogia for blessing. പുതിയ നിയമത്തിനകത്ത് യുളോജിയ എന്നുള്ള വാക്കിന് പ്രൈസ്, സ്തുതി എന്നൊരർത്ഥമുണ്ട്. In the New Testament, eulogia also means praise. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിക്ഷണറി മീനിങ് നോക്കിയാൽ ടു സ്പീക്ക് കൈൻഡ്ലി ഓർ ഫേവറബിളി സമ്മൺ, ഓഫ് സമ്മൺ, ആരെയും കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നതിനെയാണ് യുളോജിയ എന്നുള്ള വാക്ക് അല്ലെ പ്രൈസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. In the dictionary, the word eulogia means to speak kindly or favorably about someone. നമ്മുടെ ആരാധനാ ഭാഷയിൽ പറഞ്ഞാൽ ടു പ്രൈസ് ഓർ ഗ്ലോറിഫൈ ഗോഡ്, ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിന് യുളോജിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. Which means to praise and glorify God. 2 വാക്കുകൾ ചേർന്നാണ് യുളോജിയ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കും ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നത്. മറ്റൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇതെല്ലാം പറയുന്നത്, യോ എന്ന് പറയുന്ന വാക്ക് ഗുഡ് ഓർ വെൽ, നല്ലത് അല്ലെങ്കിൽ നന്മ എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. So eulogia is broken into 2 words. One is EU, which means good. ഗുഡ് ഓർ വെൽ. Good or well. രണ്ടാമത്തെ ലോഗോ എന്നുള്ള വാക്ക്, ലോഗോ എന്ന് ചേരുമ്പോഴാണ് യുളോജിയ ആകുന്നത്. ലോഗോ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം, വേർഡ് എന്ന് അതിന്റെ അർത്ഥം, വാക്കുകൾ. And the second part of the word eulogia is log, which means word. either word or speech, സംസാരിക്കുന്നു അല്ലെങ്കിൽ വാക്കുകളോ ആണ് ഈ ലോഗോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. Which means word or speech. ഇത് രണ്ടും കൂടെ ചേർത്ത് പിടിച്ചാൽ ടു സ്പീക്ക് വെൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യുളോജിയ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് വെൽ, നല്ല കാര്യം സംസാരിക്കുക എന്നതിന്റെ അർത്ഥം. So together the meaning of eulogia would be to speak well. എന്നാൽ ഇംഗ്ലീഷിൽ യുളോജിയ എന്നുള്ള വാക്ക്
യൂളോജി എന്ന വാക്ക് ഇംഗ്ലീഷിലുണ്ട്. യൂളോജി എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ഇരിക്കുന്നതിന് ഡെത്ത് എന്ന അർത്ഥം, മരണം എന്ന അർത്ഥം. But in English, the word eulogy means death. അവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ല, മരണപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അനുശോചനങ്ങൾ പറയുന്നവരെല്ലാം ആ വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. Over there, when you go for a funeral, everyone speaks well of the dead. അവർ മരിച്ചതിന് ശേഷമാണ് അവിടെ ചെന്നതുകൊണ്ട് ഓരോരുത്തർ പറയണ ഈ ആള് നല്ല വാക്കുകളെ പറയാം. They speak well about him. After the person is dead, they speak well about the person. പക്ഷെ ജീവിച്ചിരുന്നിടം വരെ they spoke ill about him. But when he was alive, they spoke ill of him. അല്ലേ, അവര് അയാളെ കുറിച്ച് അത്രയും ദിവസം മോശത്തരം പറഞ്ഞിട്ട് ചത്തു കഴിയുമ്പോൾ നല്ലത് പറയുന്നു അല്ലേ. When he was alive till his death, you spoke ill of him. The moment he died, you speak well of him. ഇതുപോലെയായിരുന്നു യേശുവിനെ കുറിച്ച്. യേശു മരിച്ചതിന് ശേഷം ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായത്, അവന്റെ കൂടെ ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായത് നീ വാസ്തവത്തിൽ ദൈവത്തിന്റെ പുത്രനായിരുന്നു. Same thing happened to Jesus. While he was alive, his disciples could not understand. Once he died, his disciples knew who he was. They started expressing that admiration, appreciate ചെയ്യാനോ കർത്താവ് ആരാണെന്നൊക്കെ പറയാൻ അവർ വാക്കുകൾ പറയാൻ തുടങ്ങി. And after Jesus was died, they began to use words of appreciation about him. So eulogy എന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ ഓർത്തോണം, ഇവിടെ blessing എന്നുള്ള വാക്കിനകത്ത് വരുന്ന വാക്കാണ് യൂളോജിയ. യൂളോജിയ എന്ന വാക്കിനകത്ത് ഒരു മരണമുണ്ടായിരുന്നു. ആ മരണത്താലാണ് ഈ അനുഗ്രഹം തുറക്കപ്പെട്ടു വന്നത്. So in the word eulogia, we can understand there was a death, and through the death something good came out. ഇന്ന് നമ്മൾ പറയുമ്പോൾ പറയും യേശു കർത്താവ് മരിച്ചു, എനിക്ക് വേണ്ടി അവൻ മരിച്ചത്, പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്വർഗ്ഗത്തിലെ സകല അനുഗ്രഹത്താലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Today we can boldly say that Jesus died for me, and when he resurrected, all the blessings of heaven came to me. ഞാൻ പറയുകയാണ് യേശു എനിക്ക് വേണ്ടിയാ മരിച്ചത്. I can say boldly he died for me. മരിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് എന്താ ചോദിച്ചാൽ സ്വർഗ്ഗത്തിലെ സകല അനുഗ്രഹം എന്റെ മേൽ വന്നു. And the result is that all heavenly blessings came to അപ്പോൾ me. അതുകൊണ്ട് നമ്മൾ സകല അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോട് വേണം ജീവിക്കാൻ. Therefore we must have the right conviction that we are blessed with all blessings. In Christ high quality life എന്ന് പറഞ്ഞാൽ ഉയർന്ന തര ജീവിതം എന്ന് പറയുന്നത് യേശു എനിക്ക് വേണ്ടി മരിച്ചു കിടന്നവനെല്ലാം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ സ്വർഗ്ഗത്തിൽ ആർക്കും കിട്ടാത്ത സകല അനുഗ്രഹങ്ങളും എന്റെ മേൽ അവൻ പകർന്നു. Jesus died, and when he rose again, all the blessings that are in heaven came to me. അതുകൊണ്ട് ഗലാത്യർ 3:14 വായിക്കുമ്പോൾ, ആമേൻ, 3-ാം അധ്യായത്തിന്റെ 14-13 മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, യേശു മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനാണ്. Galatians 3:14. എന്നാൽ 14-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികൾക്ക് വരേണ്ടത് അത്ര മതി. അബ്രഹാമിന്റെ അനുഗ്രഹം, അബ്രഹാമിനുള്ള അനുഗ്രഹം ഒന്ന് പറഞ്ഞേ. അബ്രഹാമിന്റെ അനുഗ്രഹം, the blessings that are in Abraham, അതെന്താണെന്നറിയാം, സ്വർഗീയവും ഭൗതികമായ സകല അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ. which means he was blessed both spiritually and physically. നമ്മുടെ മുമ്പിൽ ഒരു മോഡലിനെ കർത്താവായ യേശു വയ്ക്കുകയാണ്. അബ്രഹാം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടോ അതുപോലെ നീ അനുഗ്രഹിക്കപ്പെടണം. God has kept a model before us as Abraham, how he was blessed. In the same way you should be blessed too. അവിടെ എഴുതിയിരിക്കുന്നത് സകല അനുഗ്രഹത്താലും നമ്മളെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാ. Who has blessed us with all spiritual blessings in Christ Jesus. 40 ദിവസം ഉപവസിക്കുമ്പോഴല്ല കർത്താവ് അനുഗ്രഹിക്കുന്നത്. അത് പൊട്ടത്തരമാ. നിനക്കറിയാൻ ഭയത്തിന്റെ കുഴപ്പമാ. God doesn't bless us because we fast for 40 days. എന്നോട് ആൾക്കാർ ചോദിച്ചാൽ ഞാൻ പറയും, why I don't go for fasting because I know that I am blessed. People ask me, why are you not fasting? I'm already blessed. മറ്റേതെങ്കിലും കാര്യത്തിന് ഞാൻ ഉപവസിക്കുമായിരിക്കാം, ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാം, അത് വേറെ കാര്യം. പക്ഷെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും ഉപവസിക്കത്തില്ല. I may fast for other reasons, but to get blessings I never fast. കാരണം ഈ അടയാളം എന്നെ കാണിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതാണെന്നാ. The cross shows me that I'm blessed. ഈ അടയാളം കാണുമ്പോൾ എനിക്കറിയാം എന്റെ അനുഗ്രഹം ഇതിന്റെ മേൽ സാധ്യമായി തീർന്നതാണ്. When I see the cross, I know that my blessing is possible. ഇത് കാണുമ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. ഇത് കാണുമ്പോൾ എനിക്ക് പേടിയില്ല. ഇത് കാണുമ്പോൾ എന്റെ വിടുതലിനെയാണ് ഞാൻ കാണുന്നത്. I don't get scared looking at the cross. This is the sign of my deliverance. Hallelujah. Hallelujah. സകല അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. We are blessed with all spiritual blessings. അതിനാണ് ദൈവരാജ്യം സ്ഥാപിതമാക്കിയത്. That's why the kingdom of ഈ God is ദൈവരാജ്യത്തിന്റെ established. പേരാണ് ഉയർന്ന തരത്തിലുള്ള ജീവിതം. And the name of this life in the kingdom is high quality അതിനു life. മുമ്പിൽ ഇങ്ങനെ ഒരു രാജ്യമില്ല. ഇസ്രായേൽ രാജ്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ രാജ്യത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ,
അതിനകത്തെ മുഴുവൻ മിനിസ്ട്രികൾ നിങ്ങൾ നോക്കിക്കേ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അതിനകത്തുണ്ട്, വാട്ടർ ആൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, അതിനകത്ത് എന്തോ ഇല്ലാത്ത ഒരു ഗവൺമെന്റ് നൽകുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ദൈവം സ്വർഗത്തിൽ നൽകി നടത്തപ്പെട്ട ഒരു ജനമാണ് ഇസ്രായേൽ ജനം. Prior to the kingdom of God, there was no kingdom like this except Israel, where God led them with everything that they need. There was transportation, there was water, everything was done by God himself. അവരുടെ വസ്ത്രം ഒരിക്കലും നാറിയ വസ്ത്രം ഇട്ടുകൊണ്ട് അവർ നടന്നിട്ടില്ല. They never had a worn out dress. അവർ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടില്ല. They never worried about water. അവർ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടിട്ടില്ല. They never had to beg for food. ഈ ഡെസേർട്ടിനകത്തൂടെ നടക്കുമ്പോൾ പകൽ എയർ കണ്ടീഷൻ ലൈഫാ. Even through the desert, they had air conditioning and in the the electricity is morning. working. രാത്രിയിൽ അവർക്ക് ദീപസ്തംഭം ഇങ്ങനെ നിൽക്കുകയാണ്, അവിടെ ഇവിടെയെല്ലാം തൂണുകൾ നിൽക്കുകയാണ് അവൻ വെളിച്ചമായിട്ട്. Even in night they had light because of the pillar of fire. ഇത്രയും മനുഷ്യർ, ഇത്രയും ലക്ഷം ആൾക്കാരുടെ ഈ മൂവിങ്, ഈ യാത്രയ്ക്കകത്ത് ഒരു തടസ്സവുമില്ല. അവർക്ക് സ്വർഗത്തിലെ ദൈവം എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുക. So many lakhs of people traverse through the wilderness, they lack nothing because God നിങ്ങൾ provided. ഇസ്രായേൽ മക്കൾക്ക് അത്രയും നൽകിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുയേശുവിലുള്ള എന്റെ നിന്റെ അനുഗ്രഹം എത്രമേൽ വലുതായിരിക്കും. If the kingdom of God in Israel got so much of blessings, how much more we have received in അതുകൊണ്ട് Christ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുയേശുവിൽ സ്വർഗത്തിലെ പിതാവായ ദൈവം നിന്നെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്നു. Therefore the apostle Paul says, in Christ Jesus you are blessed with every spiritual blessings in the heavenly places. പ്രത്യേകത വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അതിന് പേരിട്ട ദൈവരാജ്യം. And to distinguish this, the name kingdom of God is revealed. See, എന്താണ് what is kingdom of God? എന്താണ് ദൈവരാജ്യം എന്ന് പറയുന്നത്? What is the kingdom of God? ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷവും സമാധാനവും. The biggest wealth is joy and peace. ആദ്യം നിന്നിൽ കാണേണ്ടത് ശുശ്രൂഷയല്ല കാണേണ്ടത്, നിന്നിൽ കാണേണ്ടത് വിശ്വസ്തതയാണ്. The first quality you need is faithfulness. നീ ശുശ്രൂഷക്കാരനോ എന്തൊരു ആയിക്കോട്ടെ, നിന്നിൽ ആദ്യം വിശ്വസ്തതയുണ്ടോ? Whether you are a minister or whatever, are you faithful? നിന്നിൽ ഗ്രഹവിചാരത്വമുണ്ടോ? ആദ്യം അതാ കാണേണ്ടത്, ആദ്യം അതാ വെളിപ്പെടുത്തേണ്ടത്. First you need to have stewardship. ഞാൻ പാട്ട് പാടും, നിങ്ങൾ പാട്ട് പാടിക്കും, നല്ല കാര്യമാണ്. I know how to sing songs. എനിക്കും പ്രാർത്ഥിക്കാനൊക്കെ നല്ല കാര്യമാണ്. നീ I know how to വിശ്വസ്തനാണോ? pray. Are you faithful? അവിടെ ഞാൻ അതുകൊണ്ട് ഈ ഫാസ്റ്റ് എന്നുള്ള വാക്ക് എപ്പോഴും പറയുന്നു. ഈ ഫാസ്റ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണം. I always say what it really means to fast. അപ്പൊ ഇന്നിപ്പം സന്തോഷ് ബ്രദറൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം, അമേരിക്കയിൽ പോയി കാച്ചിക്കോ, എവിടെങ്കിലും പ്രസംഗിക്കാനോ വല്ല അവസരം കിട്ടുവാണെങ്കിൽ ഫാസ്റ്റ് ചെയ്തോണം പറയണം എല്ലാവരോടും. So I'm going to explain to you the word fast so you can take it എന്താ? back to F stands for America. faithfulness. The word F stands for faithfulness. ഉപവസിക്കാതിരിക്കോ, 40 ദിവസം ഇരിക്കോ, 3 മാസം ഇരിക്കോ, ഇനി മോശയുടെ കൂടെ കയറി മലയുടെ മണ്ടയ്ക്ക് ഇരിക്കോ, അതൊക്കെ വേറെ കാര്യം. നീ ഫെയ്ത്ത്ഫുൾ ആണോ? It doesn't matter you fast for 40 days or 3 തിരിച്ചാ months. ചോദ്യം ചോദിച്ചു, Are you faithful? തിരിച്ചു ചോദിച്ചു, am I faithful? ഞാൻ Am I വിശ്വസ്തനാണോ? faithful? രണ്ടാമത്തെ വാക്കാണ് A stands for available. അല്ല, അവൈലബിൾ ആണോ? എടാ ഒരു കാര്യത്തിന് വിളിച്ചാൽ നീ വരുമോ? Second word is availability. Am I available? When I call you for ദൈവസഭയ്ക്ക്, something, ദൈവരാജ്യത്തിന്, ദൈവപുരുഷന്, ദൈവമക്കൾക്ക് ഞാൻ അവൈലബിൾ ആണോ? for the church, for the people of God, am I available? നമ്മളെ വിളിക്കുന്ന പറയോ ഇന്നാന്നോ, അയ്യോ നാളെ ആയിരുന്നു ഞാൻ വന്നേര്, നാളെ ആക്കാൻ പറ്റുമോ ഈ പരിപാടി എടുത്ത്? Can you shift this program to another day? അല്ലേ, ഇന്ന് നീ അതിനെ കളഞ്ഞേച്ച് വരുന്നുണ്ടെ നീ അവൈലബിൾ ആണെന്നല്ലേ എന്റെ അർത്ഥം. You give up every other program and you come for this, that means you are available. മൂന്നാമത്തെ വാക്കാണ് submission. The third word is നമ്മൾ submission. ചോദിക്കണം, am I submissive? ഞാൻ കീഴ്പ്പെട്ടിരിക്കാൻ തയ്യാറായ വ്യക്തിയാണോ? കീഴ്പ്പെടുന്ന സ്വഭാവം എനിക്കുണ്ടോ? Do I have the habit of being submissive? വാസ്റ്ററൊക്കെ അങ്ങനെ നിൽക്കാം, വാസ്റ്റർ ആരാൻ ചോദിച്ചു നിന്ന് കഴിഞ്ഞാൽ വാസ്റ്ററല്ലേ ഏതാണ്ട്. Who is pastor? Why should I ചർച്ച വന്നിട്ട് submit? വാസ്റ്ററല്ലേ, പിന്നെ നീ ആണോ ഏതാണ്ട്? Then if pastor is nobody, then who you are the ones അപ്പുറത്തെ to ആളോട് be the ചോദിക്കുന്നു, pastor? ഉറക്കാൻ വേണ്ടി ചോദിക്കും. അപ്പുറത്തെ ആളോട് ചോദിക്കും, വാസ്റ്ററല്ലേ ഇവിടെ കാര്യം നടത്തേണ്ടത് വാസ്റ്ററല്ലേ? We need to അതോ have a pastor to ഇയാളാണ് run കാര്യം things. നടത്തേണ്ടത്? Not you. അപ്പൊ എന്നെക്കാളും വലിയ താടിയുള്ളവരൊക്കെ ഉണ്ട്. There are people with longer beard than me. താടിയും സൈസും ഒക്കെ ഉണ്ട്, ഭയങ്കര സൈസോ. ഞാനാണ് ഈ സഭയുടെ പാസ്റ്റർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കയറി നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം കർത്താവ് എന്നെ ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റൂ? God has ordained me, so I have to be here. നിങ്ങൾ എന്നെ സഹിച്ചേ വെക്കൂ. You have to bear with me. അതാ സബ്മിഷൻ എന്ന് പറയുന്നത്. അയാള് പൊട്ടനാ, നീ ജൂബി പറയാം, അപ്പുറത്തെ ഈ റോണിച്ച മഹാ പൊട്ടനാ, എങ്കിലും ഞാൻ കീഴ്പ്പെട്ടിരിക്കും. This person is a big fool, നീ but പറ, still I have to നീ submit. അത് പറയടാ.
അതായത് പറഞ്ഞ ഞാൻ കൂട്ടാരെ കൊണ്ട് പൂട്ടിയിടും. നിങ്ങൾ മനസ്സിലായി? സബ്മിഷൻ എന്ന് പറയുന്ന കാര്യം നല്ല വ്യക്തികൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ എല്ലാവർക്കും പറ്റും. It is easy to submit to good people. മോശപ്പെട്ട ഭർത്താവ് മോശമാണെങ്കിലും ആ മോശപ്പെട്ട ഭർത്താവിന് ഭാര്യയെ നിനക്ക് കീഴ്പ്പെട്ടിരിക്കാൻ പറ്റുമോ? എങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ജീവിതം നന്നായിട്ടിരിക്കും. If your husband is not a good person, can the wife submit? 5 പൈസക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം അങ്ങനെ കിടക്കും. If you think that your husband is good for നമ്മൾ nothing, പറയാം your family അയ്യോ will എന്റെ never അച്ഛൻ ഒരു prosper. കഴിവുമില്ലെങ്കിൽ ആ കഴിവില്ലാത്ത സ്ഥലത്ത് കയറി ഞാൻ നിന്നച്ച ആ കഴിവൂടെ ഞാൻ വെളിപ്പെടുത്തും. If my husband doesn't have ability, I will step into the gap and reveal that quality. വീക്ക്നെസ് ഉണ്ടെന്ന്. ശുശ്രൂഷകൻ വീക്ക് ആണെങ്കിൽ നീ അവിടോട്ട് കയറി നിന്ന് നീ അത് ഫിൽ ചെയ്തോണം. The pastor is weak, you come and fill that gap. 4ാമത്തെ വാക്കാണ് T. T stands for teachable. The 4th word is teachability. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുമ്പോൾ പഠിക്കാൻ തയ്യാറാണ്, അതോ വേറെ അതിന് കോൺട്രറി ആയിട്ട് വേറെ ആർഗ്യുമെന്റുമായിട്ട് വരുവാന്നോ? When I teach, you should be ready to ഇതിനൊക്കെ തിരിക്കുന്നു. ഞാൻ പറയും ഞാൻ പഠിപ്പിക്കുന്നത് പഠിക്കണ്ടായോ? ഞങ്ങൾക്ക് വേറൊരു പഠിത്തമുണ്ട്. അങ്ങനെ പഠിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കാൻ പറ്റുമോ? When you are here, you should hear this teaching. നിങ്ങൾ തെറിച്ചു പോകും. Otherwise you will be scattered. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഫാസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഈ 4 വാക്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറാത്തവൻ ഫാസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം ജീവിതത്തിൽ If you don't have these 4 qualities, there is no my use of dear fasting. people, I have seen so many pastors who are in this problem. ഞാൻ ഈ ശുശ്രൂഷകരെ കണ്ടിട്ട് പറയുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾ എൻ്റെ അടുത്ത് കയറി വെച്ചാൽ പാസ്റ്ററെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ഇതിനകത്ത് കിടന്നാൽ ഞാൻ പറഞ്ഞു ആദ്യം ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. അന്നേരം ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞു. Even last week one pastor came to Uniform me and മാറ്റാൻ. said, Pastor, I am in trouble, will you help me? First I said, you change your uniform first. എന്റെ പുറകെ നടക്കുക രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം എന്നെ വിളിക്കും. അച്ഛാ എനിക്ക് എങ്ങനെ അച്ഛാ രക്ഷപ്പെട്ടേ പറ്റും, ഞാൻ ഇതിനകത്ത് കയത്തി കിടക്കുവാന്ന്. സത്യം. I am in a big pit, please help me out of this problem. He's behind me. നോക്കി എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ വേദനകളെ ഒപ്പിയെടുക്കാൻ ആരുമില്ല. Because in the places where they minister, there is nobody to support. My courage and my strength that you are always with me. The courage and strength I have is that you all are with me. എന്റെ താഴ്ചയിലും വീഴ്ചയിലും നിങ്ങൾ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ശക്തിയോടെ ബലത്തോടെ നിൽക്കാൻ പറ്റുന്നത്. I can stand firm because you are with me in my ups and downs. അപ്പൊ എന്തോ ഫാസ്റ്റ് വേണ്ടിയത്? ഫാസ്റ്റ് എന്ന് പറഞ്ഞേ ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, ഞാൻ അവൈലബിൾ ആയിരിക്കണം, ഞാൻ സബ്മിസീവ് ആയിരിക്കണം, ഞാൻ ടീച്ചബിൾ ആയിരിക്കണം. Fasting means I should be faithful, I should be available, I should be submissive, and I should be teachable. ഞാൻ വിശ്വസ്തനായിരിക്കണം, ഞാൻ ലഭ്യനായി തീരിക്കണം, ഞാൻ കീഴ്പ്പെടുന്നവനായിരിക്കണം, ഞാൻ പഠിതാവായിരിക്കണം. All these 4 qualities you need to have when you fast. പഠിക്കുന്നതിന് അല്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങുന്നത്. You are not teachable, and the proof is that you sleep while the message ഇങ്ങനെ is പറയുമ്പോൾ spoken. തന്നെ പഠിക്കാൻ തയ്യാറല്ല. പിന്നെ ജീവിതത്തിൽ എന്തു പഠിക്കാനോ? പഠിക്കത്തില്ല. Even when I speak directly, you are sleeping. Then പിന്നെ what will you learn? ഉറങ്ങിയില്ലെങ്കിലും നേരെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ചിന്ത എങ്ങാണ്ട് കിടക്കും. പഠിക്കത്തില്ല. എങ്ങനെ പഠിക്കും? Some do not sleep, but their thoughts are elsewhere. ചിലരെങ്ങനെയാണെന്നറിയോ? ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള ചുമ്മാ വെറുതെ വെച്ച് തള്ളുവാന്ന്. എന്താ കാര്യം? എനിക്ക് that we've heard it too much and he's just preaching too much. അവർക്ക് പഠിക്കാൻ ഒക്കത്തില്ല. കാര്യം അവർ ഈ ലെവലിൽ കയറി വരത്തില്ല. പാസ്റ്റർമാർക്ക് വേറെ പണിയൊന്നുമില്ല. രാവിലെ വന്നു വെച്ച് ഒറ്റത്തുള്ളു. Pastors are jobless. Morning they come and they just push us. Whenever I speak, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ അതിന്റെ റൂട്ട് വേർഡും കൊണ്ട് വന്നുവെച്ചാൽ ഞാൻ പഠിപ്പിക്കത്തുള്ളൂ. Whenever I speak, I go research and get the root word and then teach. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊന്നും വാക്കൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കണ്ടുപിടിക്കുന്നത്. This is not what Holy Spirit said. I see and find out. പരിശുദ്ധാത്മാവിനെ സഹായിക്കാം അത് കണ്ടുപിടിക്കാൻ വേണ്ടി. Holy Spirit will help me. പരിശുദ്ധാത്മാവ് രാവിലെ എഴുന്നേറ്റ് യൂളോജി പ്രസംഗിക്കണമെന്ന് പറയുന്നല്ല. ഞാനൊരു വാക്ക് കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോയി എന്തുവാടാ ഈ യൂളോജി എന്നുള്ള വാക്ക് കണ്ടുപിടിക്കാൻ എന്നെ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുന്നത്. Holy Spirit will help me find the meaning of certain എങ്ങനെ ഈ മരണത്തെ അനുഗ്രഹത്തോട് ബന്ധപ്പെടുത്താൻ പറ്റും എന്നുള്ളത് കണ്ടെത്തി തരും. He will help me understand how to connect the death and blessings. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ചില ഗണിതശാസ്ത്രം പഠിക്കാം. So let's learn some arithmetic. എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഈ അരിത്തമെറ്റിക്? How many of you like arithmetic? എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഈ അരിത്തമെറ്റിക്. I hated maths. അവിടെ ഞാൻ എപ്പോഴും പറയാം കണക്കിന്റെ കാര്യത്തിൽ ഞാൻ കണക്കാന്ന് പറയും. So I always say I am very bad at maths. That is why I tell you this, maths is full of problems. And that's why I say maths is full of problems. എന്താ പറയാ? മൊത്തം പ്രശ്നം. നമ്മൾ എങ്ങനെ കൂട്ടിയാലും പിന്നെ അടുത്ത പ്രശ്നം വരും.
So whatever you do, there is the next problem. നമ്മളിനിപ്പോ എത്ര ഇപ്പം അവന് നോച്ചനാണെങ്കിൽ ഏതാണ്ടൊക്കെ എന്റെ അടുക്ക പറഞ്ഞു എനിക്കൊന്ന് ഇവന്റെ അടുക്ക പോയി പേടിയായി ഇപ്പം. Like how Noachan comes and tells me numbers, I get scared. ഇപ്പോഴാണ് അവൻ എന്നോട് സ്നേഹം ഉണ്ടാകാൻ തുടങ്ങിയത്. Now is when he's actually loving me. അവനിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കും. അവന് മനസ്സിലായി റോണിയെ പറ്റിയ പൂട്ടാനുള്ള സൂത്രമാണ്. Now he learned the trick to lock me. അപ്പൊ ഇന്നലെ ഞാൻ വീട്ടിൽ ചെന്നോണ്ടേ പറയും അവൻ മറ്റേ എന്നെ കണ്ടാൽ അവൻ മിണ്ടാത്തവന് അവന് വിളിച്ചു പറയാ അമ്മ റോണിയെ പറ്റി വന്നെന്ന്. So yesterday he runs to me and says, Aronia Pachi has come. അല്ലേ അവൻ കേട്ടില്ല, അവൻ കളിച്ചോണ്ട് വിട്ടിരിക്കും. Otherwise he wouldn't even ഇപ്പൊ അവന് മനസ്സിലായി അവന്റെ മാത്സ് എനിക്ക് ഏക്കുന്നില്ലെന്ന് അവന് മനസ്സിലായി. His calculations are beyond me here. അയ്യോ എന്നൊക്കെ വാക്കുകളാണെന്നറിയാം. ഞാൻ ഒത്തിരി വാക്കി അവന്റെ നിന്ന് പഠിക്കുക ഇപ്പൊ. So I'm learning words from him. സത്യം പറഞ്ഞാൽ എന്റെ ഇപ്പോഴത്തെ ജീവിതം എൻജോയ് ജീവിതമാണ്. My life is a life of learning tables. Hallelujah. ദൈവരാജ്യത്തിനകത്ത് ഇതുപോലെ ചില കാര്യങ്ങളുണ്ട്. Even in kingdom of God there are some things. എന്തൊക്കെയാണ് മാത്സിനകത്ത് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? What are the basic things in maths? എന്തോ നമ്മളെ കണക്കിനകത്ത് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത്രയല്ലേ, വേറെ ഒന്നുമില്ല. ഇത്ര സാധനങ്ങളാണ് എന്റെ തുടക്കം. ഇത് തന്നെ ദൈവരാജ്യത്തിനകത്തുണ്ട്. The basic things in maths is addition, എല്ലാവരുടെയും അകത്ത് അതിന്റെ ആ സിമ്പൽ എല്ലാം അകത്ത് വരട്ടെ. ദൈവരാജ്യം എന്ന് ഓർക്കുമ്പോഴേ നിങ്ങൾ ഓർക്കണം അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. Even in the kingdom you have all these four aspects. നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം വായിച്ച് ആരംഭിക്കാം. Matthew 6:33. വായിച്ചാട്ടെ വേഗത്തിൽ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അത് മലയാളത്തിലാണ് കിടക്കുന്നത്. ഇറ്റ് ഷാൽ ബി ആഡഡ് അൺടു യു എന്ന അഡീഷനെ കുറിച്ചാണ് പറയുന്നത്. ആഡഡ് അൺടു യു. നിങ്ങൾ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ എല്ലാം അതിനകത്ത് കൂട്ടിത്തരുമെന്ന് പറഞ്ഞു. കൂട്ടുന്ന പരിപാടിയാണ് ഇതിനകത്തുള്ളത്. If you read this, it says, seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. കിങ്ഡം ലൈഫിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടിരിക്കും. It will be added. The speciality of the kingdom of God is that it കൂട്ടി വരുന്നതാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. The kingdom of God, it keeps adding, it keeps increasing. ഞാൻ അതിന് മറ്റൊരു വാക്ക് പറഞ്ഞ ഫേവർ എന്ന് പറയും. ഇങ്ങനെ കൂട്ടി വരുന്നതിനെ പറയുന്നത് ദൈവത്തിന് ഭയങ്കര ഫേവറാ. And this is called the favor of God. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഈ കോവിഡ് സമയത്ത് ഞാൻ ഈ ഫേവറിന് ഒരു സീരീസ് ഓഫ് മെസ്സേജസ് ഈ പ്രീതിയെ കുറിച്ചും ഗ്ലോറിയെ കുറിച്ചും ഇങ്ങനെ കണ്ടിന്യൂസ്ലി കോവിഡ് സമയത്ത് മെസ്സേജ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. During COVID times, I took a series of message on increase and favor. അതുകൊണ്ട് സംഭവിച്ചെന്നറിയോ, ദൈവത്തിന്റെ പ്രീതി എന്നിൽ ഞങ്ങൾക്കൊന്നിനും ലാക്ക് ചെയ്തില്ല. Because of God's favor, we lacked nothing. എത്രയോ പാസ്റ്റേഴ്സിനെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഉപയോഗിച്ചു. God used me to help so many pastors. എത്രയോ ചർച്ചുകൾ പൂട്ടിപ്പോയി. How many churches got closed down? പക്ഷേ ആ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിന്റെ റിസൾട്ടുകൾ ഇതിനകത്ത് വർദ്ധിച്ചു വന്നോണ്ടേയിരുന്നു. But whatever I spoke, we began to see the results in this church. ഞാൻ കാര്യമായിട്ട് ദൈവരാജ്യത്തോട് നീ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിനക്ക് കൂട്ടിക്കിട്ടും. If you seek the kingdom of God, there will be additions in your life. ആമേൻ. മറ്റൊരു വാക്യം വായിക്കാം. 2 Peter 1:2. ആമേൻ. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. കർത്താവായ യേശുവിന്റെയും ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാണ്. നിങ്ങൾ നോക്കിയ ആ വാക്ക് നോക്കിയേ. അത് ആ വാക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന that grace and peace will be multiplied എന്ന മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. It says grace and peace be multiplied to you. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുണനം എന്ന് പറഞ്ഞാൽ പെരുക. ഇപ്പം 2 × 2 എന്ന് പറഞ്ഞാൽ 3 എന്നല്ല അർത്ഥം ആണോ? 10 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 എന്നാണോ അർത്ഥം? അല്ല. 10 × 10 എത്ര? 100. എവിടോട്ട് പോയി? 10 × 10 is 100. അപ്പൊ ഗുണനമായി സംഭവിക്കുന്നത് കൃപയും സമാധാനവും ദൈവരാജ്യത്തിനകത്ത് വരുന്ന ഒരു വ്യക്തിക്ക് വർദ്ധിച്ചു വരണം. In kingdom of God, grace and peace should be multiplied to that person. അല്ല ചുമ്മാ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടി നോക്കിയിട്ട് ഒരു ചിരി ചിരിച്ചു ഭയങ്കര കൃപ അങ്ങനെ പറയാൻ ഒക്കത്തില്ല. You are filled with that and you are getting multiplied. Which means these two things are multiplied in your life. Hallelujah. Hallelujah. അതെങ്ങനെ കിട്ടുന്ന? Through the knowledge of God and of Jesus. യേശു കർത്താവിനെ കുറിച്ചും
പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എന്ന് പറഞ്ഞാൽ കേൾക്കണം, മനസ്സിലാക്കണം, കുത്തിയിരിക്കണം. ആ പരിജ്ഞാനത്തിൽ നിന്റെ ജീവിതത്തിനും നിന്റെ കുടുംബത്തിനകത്തും നീ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം കൃപയും സമാധാനം പെരുകും. How does it get multiplied? Through the knowledge of God and of our Jesus, our Lord. Grace and peace are multiplied. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെരുക്കുക എന്നതിന്റെ അർത്ഥം. Multiplication means increase. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിനകത്ത് 1, 2, 3 എന്ന് പറഞ്ഞു പോവുകയല്ല, അതൊരു സൈഡ് നടക്കുമെങ്കിലും പെരുകി വരുന്നതാണ് ദൈവരാജ്യത്തിനകത്തുള്ളത്. Kingdom of God is not increasing linearly, it just multiplies. ഹല്ലേലൂയ. യോഹന്നാൻ 6-ാം അധ്യായത്തിനകത്ത് ഏതാണ്ട് 20,000 പേര് അവിടെ ഇരിപ്പുണ്ട്. In John 6, around 20,000 people കൊച്ചന്റെ were എത്ര there. പോണ്ട്? How many പെരുക്കിയാലല്ലേ പറ്റൂ. and it had to be 2 multiplied. 5 അപ്പത്തെ പെരുക്കിയാലല്ലേ 20,000 പേർക്ക് കഴിക്കാൻ പറ്റൂ. 5 loaves had to be multiplied to feed the 20,000. 2 മീനിനെ പെരുക്കിയാലല്ലേ ഇത്രയും പേർ കഴിക്കാൻ പറ്റൂ. 2 fishes had to be അതിന് multiplied. യേശു പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞോളൂ, ഗ്രാസിയാസ്. And Jesus said just one word, Thank you. gracias. യേശു പറഞ്ഞു ഒറ്റ വാക്ക, പിതാവേ നന്ദി. Father, എന്തിനു I വേണ്ടി? thank you. നന്ദി പറഞ്ഞെന്തിനറിയോ? ഇപ്പൊ നന്ദി പറയുമ്പോ ഇത് പെരുകി വരും. Because when you say thank you, it was കർത്താവിന്റെ multiplied. രാജ്യത്തിൽ വന്ന നീ നന്ദിയുള്ള ഹൃദയത്തോടെ ഇരുന്നാൽ നിന്റെ കൃപയും നിന്റെ സമാധാനവും പെരുകി 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 വരും. In the kingdom of God, if you are grateful, your goodness will keep increasing. നിങ്ങളെ ഈ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു 50 പേരായിട്ട് ഇരുത്താൻ പറഞ്ഞു. So he told the disciples, make them sit in 50s. ആരെ ഇരുത്താനാ പറഞ്ഞത്? Make പുരുഷന്മാരെ. whom sit? Make the men sit. ഞാൻ ചുമ്മാ ഇന്നലെ കണക്കൂട്ടി നോക്കി, 20,000 പേരെ ഇരുത്താൻ 12 പേര് 20,000 പേരെ 50 ഇരുത്താൻ എത്ര പന്തി വേണം? നിങ്ങൾ കൂട്ടി ഇന്ന് വൈകുന്നേരം ആയാലും പറയത്തില്ല, 400 അല്ലേ? 20,000 people in 50s. 5,000 പേരെ ഇരുത്താനാ പറഞ്ഞു. അതിൽ നമ്മൾ നോക്കി അവർക്കൂടെ മറ്റവർക്കൂടെ In കൊടുക്കണം one group there will be 400. അല്ലേ? 400 പന്തി വേണം ഇരുത്താൻ. 12 പേരേ ഉള്ളൂ. എത്ര ടൈം എടുക്കും? 400 seating. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറിൽ അധികമായിട്ട് എടുക്കും. It will take more than എന്തിനാ? an hour. ഇരുത്താൻ. To make them sit, it will take പക്ഷെ more than an പ്രത്യേകം hour. അവിടെ എഴുതിയിരിക്കുക 5,000 പുരുഷന്മാരെ 50 വെച്ച് ഇരുത്താനാ പറഞ്ഞത്. But then it's written 5,000 men. കാര്യം ഇത് പല സൈസല്ലേ ഈ കയറി വരുന്നത്. Different types of people are coming. എന്തിനാ ഇപ്പൊ ഇരിക്കുന്നത്? Why should we sit? ഇത് ഇവിടെ എന്തിനാ ഇരിക്കുന്നത്? പുറകെ ഇരുന്നതിനാ കുഴപ്പം. Why can't we sit there? Why should we sit ഞാൻ here? എത്ര നേരം ഇരിക്കുവായിരുന്നു, ഇനി ഇച്ചിരി നേരം നിൽക്കട്ടെ. I don't want to sit now. I was sitting till 3 now. ദിവസമായിട്ട് ഇരിക്കുവായിരുന്നു, ഇപ്പോഴും ഇരിക്കാനാണോ പറയുന്നത്? കഴിക്കാനൊന്നും തരുന്നില്ലേ? Past 3 days I was sitting. Why you asking me to sit again? ആണുങ്ങളെ ഇരുത്താൻ ഭയങ്കര പാടാ. Very difficult to make men പക്ഷെ sit. ആണുങ്ങൾ ഓർത്തോണം, നീ ഇരുന്ന നിന്റെ കുടുംബം അവിടെ വന്നിരിക്കും. Men, if you sit, your ഈ family പല will follow കുടുംബത്തിന്റെ you. പ്രശ്നം എന്താണെന്നറിയോ? നീ ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തത് കൊണ്ട് കുടുംബം ഇങ്ങനെ ശിഥിലമായി അതുവഴി ഇതുവഴി നടക്കുക. Because men are not seated where they should be, your family is he also spoke to that scattered. men, those men. അവിടെ നിന്ന ആണുങ്ങളോട് പറഞ്ഞത് ശിഷ്യന്മാരെ അമ്മമാരെ 50 വെച്ചിരുത്താൻ ഇച്ചിരി പാടോ. Disciples were asked to make the ഞാൻ men പറഞ്ഞു, sit. നോർമൽ കോഴ്സിനകത്താണ് 45 minutes to 1 hour എടുക്കുന്നതെങ്കിൽ ഈ ആണുങ്ങളെ ഇരുത്തണമെങ്കിൽ 8 മണിക്കൂർ എടുക്കും. Normal course, it takes 1 hour to make the ഞാൻ men sit. എത്രയോ It പ്രാവശ്യം will take പറഞ്ഞിട്ട് 8 മുമ്പേ hours. വന്നിരി അല്ല അവിടെ ഇരിക്കത്തില്ല. How many times I've told men to come and sit at the front, they won't listen. അവൻ 15 പേരുള്ള ആണുങ്ങളെ ഇരുത്താൻ ഞാൻ കിടന്ന് കട്ടപ്പാടുക. I struggle to make 15 men sit. സത്യത്തിൽ ഉണ്ടല്ലോ, വാസ്തവത്തിൽ 2 കാര്യങ്ങളെ യേശു ചെയ്തത്: ശിഷ്യന്മാരുടെ ക്ഷമയും ആണുങ്ങളുടെ ഈ സബ്മിഷനും. 2 things Jesus did: the patience of men and the അല്ലേ? submission. ശിഷ്യന്മാർക്ക് മുമ്പോട്ട് കയറി ഇരിക്കത്തില്ല, ഇട്ടേച്ച് പോകാനങ്ങ് തോന്നും. If I ask you to sit ahead, you won't sit. മഹാദേശിക്കാരനാ പത്രോസ്. പറഞ്ഞു കേട്ടില്ലേ, പുള്ളിക്ക് നമുക്ക് കയറി പ്രാഗിക്കളെ. Peter was short-tempered. He might even curse if you don't listen to him. ഭർത്താവിന്റെ കൃപയാല് പത്രോസൊക്കെ പ്രാഗിയില്ലാരെ. By ഇവിടെ God's ഇരിക്കണമെന്ന് പറയുമ്പോൾ grace, എഴുന്നേറ്റ് അവിടെ പോയിരിക്കും. he did not curse anyone. മുമ്പോട്ട് കയറി ഇരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പുറകെ പോയി സ്റ്റെപ്പ് ഇരിക്കും. If I tell you to sit ahead, you will go back and sit at the അങ്ങനെ ഇപ്പൊ step. എല്ലായിടത്തും പറയുന്നിടത്തല്ലേ ഇരുന്നിട്ട് ഇപ്പൊ എന്ത് കൊടുക്കാനാ? What is the use of sitting wherever he asks me to നമ്മൾ sit? തന്നെ ശ്രദ്ധിക്കുക, വല്ലതും കിട്ടുവാന്നല്ലേ നമ്മളും ഇരിക്കത്തുള്ളൂ. You also will sit only if you 3 get ദിവസം something. ഇരുന്നിട്ട് ഒന്നും കിട്ടിയില്ല, ഇനി എന്നാ ഇരുത്താനാ? 3 days I sat, I didn't get anything. ചിലരങ്ങനെ Why should I പറയത്തില്ല, sit ഞാൻ കഴിഞ്ഞ now? 10 വർഷമായിട്ട് ഇവിടെ ഇരിക്കുക, എനിക്കൊന്നും കിട്ടിയില്ല. Last 10 years I'm sitting, I didn't get anything. അത് കിട്ടാഞ്ഞതിന്റെ കുഴപ്പമില്ല, ഇവിടെ വിളമ്പുമ്പോ നീ മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റു. The problem is when I'm serving, you are outside. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടല്ലേ, ആണുങ്ങൾക്കല്ലേ മൂത്രം ഒഴിക്കുക, സ്ത്രീകൾ എന്താ മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റ് പോകാത്തത്? ആര് പോകത്തില്ല.
അവർക്ക് മൂത്രം ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കത് കൺട്രോൾ ചെയ്യാൻ അറിയാം. അവർക്ക് വെള്ളം കുടിക്കാൻ മുട്ടത്തില്ല, ഒന്നും മുട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്നാ അങ്ങ് മുട്ടുന്നത്? അപ്പോൾ പറഞ്ഞ എന്നിട്ട് പറയാം, പാസ്റ്റർ അറിയാൻ വയ്യാഞ്ഞിട്ടാ, എനിക്ക് ഈയിടെയായിട്ട് ഡയബറ്റിക്കാ. അത് ചർച്ചയിരിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഓരോ സാധനം. അങ്ങനെ പറഞ്ഞു നീ മൊത്തം ഡയബറ്റിക്കിലായിപ്പോ. Men have the problem of constantly going out to urinate and drink water, but women don't do that, and then you say you have diabetes. വലിയ പ്രയാസം ആണുങ്ങളെ കൺട്രോൾ ചെയ്യാൻ. Very difficult to control. മെൻസ് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഞങ്ങളിപ്പോ അത് ഫാമിലി മീറ്റിംഗ് ആക്കി. I started John and James men's meeting, I turned it into family meeting. പേര് ജോൺ ആൻഡ് ജെയിംസ് എന്നല്ല സത്യത്തിൽ. ജോൺ ആൻഡ് ജെയിംസ് ആണുങ്ങളുടെ മീറ്റിംഗ് ആയിരുന്നു. It was supposed to be men's meeting. പക്ഷേ ഇന്ന് ഞാൻ വരത്തില്ല, ഇന്ന് എനിക്ക് ഒരു അസൗകര്യം ഉണ്ടെന്ന്. Pastor, I cannot come today. അങ്ങനെ 10 പേര് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യും? What will I do if 10 of you? ഞാനും എൻ്റെ കുടുംബവുമോ യഹോവയെ സേവിക്കും. പാട്ടും പാടി ഞാൻ വിട്ടിരിക്കാൻ പറ്റുമോ? What will I do if the men are excusing themselves from the meeting? നിങ്ങൾ ഓർത്ത് നോക്കിയേ, ബുദ്ധിമുട്ടുകൾ മനസ്സിലായി, ഇരുത്താൻ വലിയ പാടാ. സത്യത്തിൽ ഇൻസ്ട്രക്ഷൻസ് കേട്ടപ്പോഴത്തേക്ക് ഫ്ലോ കണ്ടില്ലേ പോകാൻ തുടങ്ങിയത്. കൊട്ടയം വർദ്ധിച്ചു, അപ്പവും വർദ്ധിച്ചു, വർദ്ധനവിന്റെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. When the people began to hear the instruction, the multiplication began to happen. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കണം, അതിന്റെ പുറകിൽ കൃപയാണ് പ്രവർത്തിക്കുന്നത്. Grace functions before multiplication. See, only grace can multiply things. കൃപയ്ക്കല്ലാതെ വേറെ ഒന്നിനും ഒരു കാര്യവും വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. Only grace can multiply things. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ അവസാനം കണ്ടില്ലേ, പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. കേട്ടോ, കൃപ പെരുകിയത് എന്തിനു വേണ്ടിയാ? നിന്റെ പാപത്തെ മറച്ചു പിടിക്കുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ ദൈവത്തിന്റെ കൃപ പെരുകും. Romans 5:20 we read that where sin abounded, grace abounded. Yeah, one thing I want to say that if you have favor, if you enjoy favor, then you will have flavor. If you enjoy favor, you will enjoy flavor. മനസ്സിലാകുന്നുണ്ടോ? ഈ കൃപയുള്ളവനുണ്ടല്ലോ, അവനോട് സംസാരിച്ചാൽ മനസ്സിലാവും ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് അവന്. കൃപയുടെ പ്രത്യേകം തന്നെ, യു വിൽ എക്സ്പ്ലോർ തിങ്സ്. കണ്ടെത്താൻ നിന്റെ കണ്ണുകൾ തുറക്കും. In grace you will explore. ന്യായപ്രമാണത്തിൽ നമ്മുടെ കണ്ണുകളെ തുറക്കാൻ ഒക്കത്തില്ല, കാര്യം അത് എപ്പോഴും ബ്ലോക്കായിട്ടേ കിടക്കത്തുള്ളൂ. The law cannot explore things, it will be blocked. അതുകൊണ്ട് ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഫ്രീഡം ഇല്ല, ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ല, സംസാരിക്കാൻ ഒക്കത്തില്ല. So there is no freedom of speech in law. നിങ്ങൾ യേശുവിന്റെ അടുക്ക വരുന്നവരല്ലേ എന്തെല്ലാം പറയുന്നു, യേശു പറഞ്ഞ അതിന്റെ ബാക്കി പറയുന്നു. There are so many people of the law who came and accused. യേശു എന്ന് പറയുമ്പോഴേ ഓർത്തോണം, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. യേശുവിനോട് സംസാരിക്കാം. ന്യായപ്രമാണ ശാസ്ത്രിയായിരിക്കുന്ന പയ്യൻ വന്ന് വെച്ച് പറയുക, സംസാരിക്കുക. യേശു പറയുക പോ പിശാചേ എന്നാന്ന് പറഞ്ഞു, അല്ല സംസാരിക്കും. The good thing about Jesus is that you have freedom to speak to him. അതുകൊണ്ടാ പറഞ്ഞ ഫേവറിനൊരു ഫ്ലേവർ ഉണ്ട്. Favor has a flavor. എന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിയത് ഈ ഫേവറാണ്, ഈ കൃപയാണ്. What changed my life was this മൂന്നാമത്തെ favor. കാര്യം, ഹല്ലേലൂയ, ജെനസിസ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. Genesis 1:4. ഹല്ലേലൂയ, 1-4 വായിച്ചാട്ടെ. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഡിവിഷൻ. 3-ാമത്തെ വാക്കാണ് ഹരണം. എന്തോ ഹരിക്കുക അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിച്ചു. And God saw the light and that it was good, and God divided the light from darkness. അപ്പോൾ ഡാർക്ക്നെസ്സിനകത്തുനിന്ന് ലൈറ്റിനെ വേർതിരിച്ചു. So the division happens here. നമുക്കറിയാം, ചെമ്മരിയാടുകളുടെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കും. The sheep and the goat are divided. മത്തായി 25:32 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ചെമ്മരിയാടും ഷീപ്പ് ആൻഡ് ഗോട്ട് അവരെ സെപ്പറേറ്റ് ചെയ്യും, ഡിവിഷൻ ഉണ്ടാകും. There will be a division from the sheep and the goats. ആമേൻ, ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും നമ്മൾ വിഭജിച്ചു വേണം നോക്കാൻ. We must divide everything and see. അതിന് ദൈവിക ജ്ഞാനം വേണം. ഒരു കാര്യം കേൾക്കുമ്പം അതിനകത്തെ നന്മ എന്തോ തിന്മ എന്നാന്നും വിഭജിക്കണം. We need to have divine wisdom to do. എല്ലാം എന്റെയാന്ന് പറയാൻ ഒക്കത്തില്ല. ചില കാര്യങ്ങളെ നീ ദൈവിക ജ്ഞാനത്താൽ അതിനെ ഹരിച്ച് ഒക്കെ നോക്കണം. Everything may not be good. With wisdom you നമ്മളിങ്ങനെ must divide it. മലയാളത്തിൽ ഒരു ഭാഷയിലെ ഹരിച്ചും കിഴിച്ചും നോക്കണമെന്ന് പറയത്തില്ലേ? In Malayalam we say you divide it and see if it's good. ഹരിച്ചും കിഴിച്ചും എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ട്. You have to divide and subtract. കണ്ടില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ നോക്കാവൂ. That's how you use certain things. ആമേൻ. കർത്താവിനെ അറിഞ്ഞപ്പോൾ വിഭജനം ഉണ്ടായില്ലേ വീടിനകത്ത്?
When you came to know the Lord, there was a separation. മറ്റവരെല്ലാം മാറി നിൽക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? മാറിപ്പോയ കണ്ടില്ലേ? There was a division. അല്ലേ? കർത്താവിനെ അറിഞ്ഞപ്പം ഞാൻ ഒറ്റപ്പെട്ടു പോയി. എല്ലാവരും സെപ്പറേറ്റഡ് ആയി. I was separated when I knew the Lord. എവിടുന്ന്? എന്റെ സിബ്ലിങ്സ്, എന്റെ സഹോദരങ്ങൾ, ഞാൻ അവർക്ക് അനഭിഹിതനായി തീർന്നു, കൊള്ളാത്തവനായി തീർന്നു. സെപ്പറേഷൻ, വിവേചനം ഉണ്ടാകും. I was separated from my siblings because they did not like me when I came to know എനിക്ക് the ഈ Lord. വിഭജനം എനിക്ക് മനസ്സിലായോണ്ട് ഞാൻ തോക്കാഞ്ഞത്. Because I understood this division, മനസ്സിലായി? I did not വിഭജനം fail. ദൈവിക പരിജ്ഞാനത്തിൽ നീ വിഭജനത്തെ മനസ്സിലാക്കിയില്ലേ നീ ഇരുന്നു പോകും. If you don't understand this division and wisdom, അപ്പം you will get discouraged. അപ്പൊ ദൈവരാജ്യത്തിനകത്ത് വിഭജനം ഉണ്ടോ? ഉണ്ട്. So in the kingdom there is a division. ശിവൻ കൈപൊക്കെ ഉണ്ടല്ലേ? അവനറിയാം വിഭജനം എന്തോന്നറിയാം. He knows what is separation. ഒക്കുന്നില്ല, അങ്ങോട്ട് ചേരുന്നില്ല. സെപ്പറേഷൻ കിടക്കുക, ചേരുന്നില്ല. You're not able to get along. അതുകൊണ്ടാ പറഞ്ഞത് 2 കൊരിന്ത്യർ 6:14 കണ്ടില്ലേ? നമ്മള് അവിശ്വാസി പറ്റത്തില്ല. നിന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നീ അതിനകത്താ നിൽക്കേണ്ടത്. നീ അമ്പലത്തിൽ തൊടാൻ പോയി അങ്ങനെ ഇരിക്കും. മോസ്കിൽ പോയിരുന്ന് എല്ലാവരും നമ്മുടെ ഞാൻ പറഞ്ഞോണ്ട് അവിടെ പോയിരുന്നോണ്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വല്ല കാര്യം നടക്കും. നിന്നെ വിളിച്ചാൽ അതിന് വേണ്ടിയല്ല. You are not called to space. Go നമ്മൾ along with everyone and everyone's Get away customs. from, move away from this. Get separated from them. അവരിൽ നിന്ന് മാറിയിരിക്കണം. വിഭജനം ഉണ്ടാകണം. അവരോട് മിണ്ടണ്ടെന്നല്ല അർത്ഥം. നിന്റെ ഉള്ളിൽ നിനക്ക് ദൈവിക പരിജ്ഞാനത്തിൽ നീ അതിൽ നിന്ന് അകന്നിരിക്കണം. You need to get separated from them. That doesn't mean you should stop talking to them. നിങ്ങളുടെ വീട്ടിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന് 2 കബോർഡില്ലേ? Even at your home, husband and wife has 2 cupboards. അല്ലെങ്കിൽ ഭാര്യയുടെ പാന്റ് ഇട്ടുകൊണ്ട് ഭർത്താവ് ജോലിക്ക് പോകും. Otherwise husband will wear wife's pant and go to office. ഇത് പെണ്ണുങ്ങളുടെ ആകുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, എന്നൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. അത് കാര്യം 2 കബോർഡായിട്ട് വെച്ചില്ലെങ്കിൽ പറ്റത്തില്ല. You have to keep your things in 2 cupboards. അല്ലേ? അവർക്കാകുമ്പം ഈ പറയുന്ന പോലെ ആണുങ്ങൾക്ക് പറഞ്ഞ ചുമ്മാ എന്തെങ്കിലും എടുത്തിട്ട് ഒരൊറ്റ പോക്ക് പോകുക, വീറുമില്ല വൃത്തിയില്ല, ഒരൊറ്റ പോക്കങ്ങ് പോവല്ലേ. Men can wear anything and go out. നല്ല ആണുങ്ങളെന്ന് പറഞ്ഞല്ലോ വലിയ ഡ്രസ് കോൺഷ്യസ് അല്ല, ബ്യൂട്ടി കോൺഷ്യസ് അല്ല. ആണുങ്ങൾക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. ചന്തുവിനെ പോലെ ഉള്ളൊരു 2 പിടി മേളോട്ട് ഇങ്ങനെ ഒരു വെക്കാം, ഒട്ടൊക്കെ പോവുക. കോമ്പും വേണ്ട, ചീകയും വേണ്ട, ഒന്നും വേണ്ട. They don't have much hair to comb. ഇപ്പൊ പുതിയ സ്റ്റൈലാണ് എല്ലാം കൂടി ഇങ്ങനെ. ആണുങ്ങള് സ്ത്രീകളെ അങ്ങനെ കിട്ടുമോ? സ്ത്രീകളെ അത്ര നേരം മുടിയെ പിടിച്ചൊതുക്കിയോ. How long? എന്നിട്ട് പിന്നെ അവസാനം ഇങ്ങനെ 2 സ്പ്രിങ്. സ്പ്രിങ് എന്നിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊതി. സെപ്പറേഷൻ വേണ്ടായോ? അതിൽ നല്ല മാറുണ്ടായോ? There has to be a separation. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഉൽപ്പത്തി 13:14 കഴിഞ്ഞ ആഴ്ച ലോത്തിൽ നിന്ന് അബ്രഹാം മാറണ്ടായോ? Abraham had to be separated from Lot. അച്ചാച്ചന്റെ മോനാന്ന് പറഞ്ഞോണ്ടിരുന്നാല്, ബ്രദറാന്ന് പറഞ്ഞിരുന്നാൽ കാര്യം നടക്കത്തില്ല. നീ മാറണം. നിന്റെ അനുഗ്രഹത്തിന് തടസ്സമാണ് നീ മാറിയില്ലെങ്കിൽ. If you don't move, it is a block to your blessing. ഡിവിഷൻ. ഫാമിലി ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫാമിലി ടൂത്ത് ബ്രഷ് രാവിലെ എഴുന്നിട്ട് അപ്പം തേക്കുന്നു, അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നു, അമ്മ തേക്കുന്നു, അടുത്ത മൂത്ത മോന് കൊടുക്കുന്നു. അങ്ങനെയാണോ? എല്ലാവർക്കും ഡിവിഷൻ ഇല്ലേ അതിനകത്ത്? Everyone has a different toothbrush even at home. പിന്നെ നാക്ക് പഠിക്കാറില്ലല്ലോ, പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവർക്കും സെപ്പറേറ്റ്. കുഞ്ഞിന് വരെ നമ്മൾ ബ്രഷ് വാങ്ങിച്ചു കൊടുക്കത്തില്ലേ? Even a little child has. അമ്മയുടെ ബ്രഷ് ഇട്ടാന്ന് തന്നെ അറിയാൻ നമ്മൾ തേക്കുന്നത് അല്ല. ഈയിടെ ഒരാൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ബ്രഷ് എടുക്കാൻ മറന്നുപോയി, പാസ്റ്റർ ഇങ്ങി തരാനാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു സെപ്പറേഷനും ഇല്ലാത്തവനാ. ബ്രഷ് എടുക്കാൻ മറന്നുപോയി, പുതിയതുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു പുതിയ തന്നെ ഞാനിവിടെ വാങ്ങിച്ചു വെച്ചേക്കുവാന്നു. ഞാൻ വാങ്ങിക്കണം, പക്ഷെ ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പറയാം, എന്നാ പാർസണിങ് തരാൻ. ഞാൻ പറഞ്ഞു എൻ്റെ എങ്ങനെ വരുന്നത്, പഴയതാണെന്ന് മതിയെന്ന്. പുള്ളി എന്തിനും തയ്യാറാണ്. അങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്ന് നിങ്ങൾ ഓർത്തോണമേ. ചുമ്മാ ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, വാസ്തവമായിട്ട് എന്നോട് പറയാ പഴയതാണെന്ന് മതി, പല്ലുതൊക്കെ എങ്ങനെ പോകുന്നതെന്ന്. അന്നേരം നമ്മൾ ഈ ടോയ്ലറ്റൊക്കെ എഴുതുന്ന ബ്രഷ് എടുത്താൽ കൊടുക്കണം. ഒരു വേട്ട് വിചാരമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പൊ ചിലതിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ചിലതിനെയൊക്കെ We need to learn to separate or divide some things. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്പിരിച്വൽ സെപ്പറേഷൻസ് ഉണ്ട്. ആത്മീയ മണ്ഡലത്തിനകത്തും ചേരേണ്ടതിനോട് നമ്മൾ ചേരാവൂ. എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റൂ. Even there is spiritual separation. വാങ്കു വിളിച്ചു, നിസ്കരിക്കാന്ന് പറഞ്ഞിരിക്കാൻ പറ്റൂ. ഇപ്പം വാങ്കു വിളി കേട്ടു, നിസ്കരിക്കുക. ദീപാരാധനയുടെ സമയം, ദൈവമേ കൈ തോഴാൻ കേൾക്കുമാറാണെന്ന് പറഞ്ഞ് പാട്ടിക്കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റൂ?
മൂവ് അവേ ഫ്രം ദം. അതിൽ നിന്ന് മാറണം, ആ സിസ്റ്റത്തിൽ നിന്ന് മാറാനാ പറയുന്നത്. You can't go to any place and ഹല്ലേലൂയ. worship. Move നാലാമത്തെ away. കാര്യം മർക്കോസ് 16:14. Mark 16:14. 16:14. വായിച്ചാട്ടെ. 16:14. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. അപ്പൊ ഒന്നെന്തി Later he appeared to the 11. കിഴിക്കലെന്ന് പറയുന്നു. ഒന്ന് ഇല്ലിപ്പം. One is subtracted from the 12. സബ്സ്ട്രാക്റ്റഡ് അല്ലേ? 12 കിഴിച്ചു. One കുറച്ചു. is subtracted from the 12 disciples. ദൈവരാജ്യത്തിനകത്തുണ്ട്, കിഴിക്കലും ഉണ്ട്. So there is subtraction in the kingdom of God. കുറയുന്ന ചില സാധനങ്ങളുണ്ട് ദൈവരാജ്യത്തിനകത്ത്. There are some things that get subtracted in the kingdom. അല്ലേ? They appeared to the 11. Then he appeared to the 11 only. മറ്റെന്തി ആള് Where is the 12th one? അയാളുടെ മുമ്പിൽ വരത്തില്ല. He won't appear to the 12th one. 11 പേരേ ഉള്ളൂ. There are only 11. നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, യൂദാ മാറിയത് കൊണ്ടാണ് സഭ ഉണ്ടായത്. You must understand, because Judas fell away, the church was formed. യൂദാ മാറിയത് കൊണ്ടാണ്, ഈ 12 ഇല്ലാത്തത് കൊണ്ടാണ് സഭ തുടങ്ങിയത്. Because Judas had to move away, the church started. എന്ന് പറഞ്ഞാൽ ചിലത് പോകുമ്പോഴേ ചിലത് ഉണ്ടായി വരത്തുള്ളൂ. Some have to leave for some to come and be created. ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കാരണം വീട്ടിൽ സ്വസ്ഥതയോ സമാധാനമോ വന്നാൽ നിങ്ങൾ മൾട്ടിപ്ലയർ ആണ്, നിങ്ങൾ പെരുക്കുന്ന ആളാണ്. Because of you, if there is peace and joy in your home, you are a multiplier. നിങ്ങൾ കാരണം നിങ്ങളുടെ വീട്ടിനകത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ്, നിങ്ങൾ വർദ്ധിപ്പിക്കുന്ന പെരുക്കുന്ന വ്യക്തിയാണ്. യു ആർ എ മൾട്ടിപ്ലയർ. Let me repeat, because of you, if there is peace and joy in your home, you are a multiplier. ഉള്ള സമാധാനം നിങ്ങൾ കാരണം പോയിട്ടുണ്ടെങ്കിൽ യു ആർ എ സബ്സ്ട്രാക്ടർ, നിങ്ങൾ അത് കുറച്ചു കളയുന്ന വ്യക്തിയാണ്. But if you are the reason for whatever peace and joy was existing to be lost, you are a subtractor. When you are in a place and you are adding something, ഒരു സ്ഥലത്ത് ഇരുന്ന് അവിടെ കൂട്ടിക്കൊണ്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ then you are a blessing. If you are in a place and you are adding something, you are a blessing. Take it from me. നിങ്ങൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ നിങ്ങൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ചിലതിനെ ആഡ് ചെയ്ത് കൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേര് ബ്ലെസ്സിംഗ് എന്ന, അനുഗ്രഹം എന്ന. If you are in a place and through your words and actions you are adding something, you are a blessing. ഈ ചർച്ചിന്റെ ERCയുടെ വളർച്ചയ്ക്കായി ആഡ് ചെയ്യുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. I thank God for people who add to the growth of ERC. ആണ് ചില സാധനമൊക്കെ ഉണ്ടല്ലോ, ഈ ചില പേരുകളൊക്കെ നിങ്ങളുടെ ഫോൺ ലിസ്റ്റിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ ചില പുള്ളികൾ പ്രശ്നം ഉണ്ടാക്കുന്ന പുള്ളിയില് മിസ്റ്റർ ഡിവിഷൻ ഈസ് കോളിംഗ്. So some people who create trouble in a church, they are like Mr. Division. Miss gossiping is calling. Or Miss Gossip. കുറ്റം പറയുന്നവർ തന്നെയുണ്ടല്ലോ, ഇങ്ങനെ ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക. They sit and എന്താ talk പറയുന്നത്? ill. കുഞ്ഞായ്മ. ഗോസിപ്പിംഗ് എന്ന് പറഞ്ഞത് പരദൂഷണം. മിസ് പരദൂഷണം വിളിക്കുന്നു. Gossip, backbiting. വേറെടുത്ത് എഴുതി വെക്കണം, മിസ്റ്റർ ആഡ് ഈസ് കോളിംഗ്. Or are you Mr. Ad? ആഡ് എന്ന് വെച്ചാൽ ദിവസവും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നവരെ ഇപ്പൊ വിളിക്കുന്നത്. Are you a person who contributes to ആ the വ്യക്തി വിളിക്കുമ്പോൾ addition? തന്നെ കൊള്ളാം, ഇവൻ വർദ്ധിപ്പിക്കുന്നവനാണ്. This is a person who adds. ചിലര് വിളിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തോ ആയിരിക്കും തോന്നും, വിളിക്കുന്നു എന്തോ ടെൻഷൻ, നമുക്ക് തന്നെ ടെൻഷൻ. ഈ ഫോൺ എടുത്താൽ എന്തൊക്കെയാ എന്തൊക്കെയാ ഇനിയും കേൾക്കാൻ പോകുന്നത്. But others, you don't want to even take their phone call. പേര് കാണുമ്പം തന്നെ മിസ് സില്ലി ഈസ് കോളിംഗ്. And ഒരു that കാര്യമില്ല, is ഇമ്മ silly. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ല. സില്ലി They simply talk silly things. ടെറർ ഈസ് കോളിംഗ്, ഭീകരൻ വിളിക്കുന്നു. Mr. Terror is calling. ചിലർക്കൊക്കെ വേണം നമുക്ക്. ഈ ചർച്ചിലുള്ളവർക്കെല്ലാം നിങ്ങൾ സൗമ്യ ഈസ് കോളിംഗ് എന്നിട്ടോ. Or are you Mr. Saumya? 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈവരാജ്യത്തിനകത്ത് 4 കാര്യങ്ങൾ, 4ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് തൊട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരാണ് ഇതിനകത്ത്? 4 things I mentioned in the kingdom, and all these 4 are important. Who are ഇത് you? നവംബർ 1-ാം തീയതി ഞായറാഴ്ചയാണ്. ഇന്ന് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉയർന്ന തരത്തിലുള്ള ജീവിതം സാധ്യമാണ്.
November 1st, it is possible for you to have a high quality life. 2 മാസമേ ഉള്ളൂ അൺവെയിലിംഗ് ഗ്ലോറിയുടെ മഹത്വത്തെ പൂർണ്ണമായി അതിന്റെ രീതിയിൽ കാണുവാൻ. 2 മാസമൊന്നും കർത്താവിന് വേണ്ട, ഒറ്റ സെക്കൻഡ് മതി കർത്താവിന്. പക്ഷെ നിന്റെ മനസ്സൊരുക്കത്തിലേക്ക് നീ വന്നാൽ, നിന്റെ ഹൃദയങ്ങളെ നീ ഒരുക്കിയാൽ, യേശുവിന്റെ നാമത്തിൽ ഹരിക്കേണ്ടതിനെ ഹരിക്കണം, കുറയ്ക്കേണ്ടതിനെ കുറയ്ക്കണം, കൂട്ടേണ്ടതിനെ കൂട്ടണം, വർദ്ധിപ്പിക്കേണ്ടതിനെ പെരുക്കേണ്ടതിനെ നീ പെരുക്കണം. We have 2 months left for the year to get over, but God needs just 1 second. But if you are ready to change your mind, to add what is need to be added, to subtract, to multiply, to divide, God will do a ചിലതിനെ miracle. മുറിച്ചു കളയണ്ടായോ? Hallelujah. അപ്പൊ 11 പേരുടെ കൂട്ടത്തിൽ എന്ത് യോഹന്നാൻ 15:2 വായിച്ചേ. John അപ്പൊ ഞാൻ 15:2. ചോദിച്ചു വന്ന ഓമനമ്മയുടെ ചോദിച്ചില്ലേ, ഇത്രയും പ്രായമായപ്പം ഇപ്പം ചില ശരിയാ അത് വേണ്ട, ആ ക്യാരക്ടർ വേണ്ട അല്ലേ, തീരുമാനം വന്നിട്ടില്ലേ? വന്നപ്പോ എനിക്കറിയാമായിരുന്നു, നോക്കിയിരുന്നു എന്നല്ല, അതെല്ലാം പോയി. ഇപ്പം ആശ്ചര്യത്തിന്റെ അമ്പരപ്പിന്റെ അതെല്ലാം പോയി. റോണി പാസ്റ്റർ കീ ജയ് അല്ലേ? 15:2 യോഹന്നാൻ. എന്നാൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. കണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന കിഴിക്കൽ എങ്ങനെ സംഭവിക്കുന്നത്? കായ്ക്കാത്തത് എന്തോ ഗുണം എന്തോ? You must separate or cut off the branch that does not bear fruit. എന്നിട്ട് അടുത്ത് നോക്കിയേ, ഫലം കായ്ക്കേണ്ടതിന് അവിടെ കൊണ്ട് ചിലത് എന്തോ മുറിച്ച് വൃത്തിയാക്കി നിർത്തുന്നതിന് വേണ്ടി. നിങ്ങളുടെ വീട്ടിൽ ചെടികളുണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ ചെടി നടാനേ അറിയത്തില്ല, അത് സൂക്ഷിക്കാൻ അറിയത്തില്ലല്ലോ, അത് മുറിച്ചൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ടൊക്കെ സിസറൊക്കെ വെച്ച് കട്ട് ചെയ്തൊക്കെ ബുഷാക്കി ഇങ്ങനെയൊക്കെ നിർത്താൻ പഠിക്കണം. But the branches that bear fruit he prunes. പോകുന്നിടത്തു നിന്നെല്ലാം സുമയാന്റി ഒക്കെ എല്ലാ കമ്മ്യൂണിസ്റ്റ് കാർഡ് വരെ പറിച്ചുകൊണ്ട് പോവാ. ഞങ്ങളെല്ലാം കൂടി ഈ കോവിഡ് സമയത്ത് മൂന്നാറിൽ പോയി, സുമയാന്റി സ്പോൺസേർഡ് പ്രോഗ്രാം. അവിടെ വഴി നിൽക്കുന്നത്, അവിടെ തണുപ്പത്ത് കളിക്കുന്നത്. ഞാൻ പറഞ്ഞത് വീട്ടിൽ കൊണ്ടുവച്ചാൽ കിളിക്കത്തില്ല, ഫ്രിഡ്ജ് വെച്ചോളാം. ആ സൈസ് ഒന്നും പറയണ്ട, സഭയിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ. മനസ്സിലായോ? നമുക്ക് വെക്കാനേ അറിയത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫലം കായ്ക്കാത്ത എന്തോ അല്ലെ. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച്, സഹകരിക്കത്തില്ല, അനങ്ങത്തില്ല. ഞാൻ വിത്ത് എ ബ്രോക്കൺ ഹാർട്ട് ഐ എം സേയിങ്, ഇഫ് യു ആർ നോട്ട് കണക്റ്റഡ്, യു ആർ ജസ്റ്റ് ലൈക്ക് ആ കായ്ക്കാത്ത കൊമ്പ് ചുമ്മാ വരും, ചർച്ചയിൽ വരും, അവിടെ ഇരിക്കും, അങ്ങ് പോകും. You come to church, you don't cooperate, you don't bear fruit. It's very painful. You are not part of this move. ഇതിന് ഈ ചലനത്തിന്റെ ഭാഗമായിട്ടല്ല നിൽക്കുന്ന. വരുന്നുണ്ട്, ആർക്കും ഒരു പിടിയും കൊടുക്കാതെ വരുന്നു, അങ്ങ് പോകുന്നു. Instead of being part of this group, you just come and you just go. കായ്ക്കാത്ത കൊമ്പ് എന്തോ ഗുണം അതിനകത്ത്? You are a branch that does not bear fruit. കായ്ക്കാത്ത കൊമ്പ് കൊണ്ടുള്ള എന്തോ ഗുണം എന്തോ? What is the use? അതൊരു പ്രയോജനമില്ല. It is of no use. എന്താ നിങ്ങൾ ഫലം കായ്ക്കുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ നിങ്ങൾ വഴക്ക് കിട്ടും, ഉറപ്പോ. But if you bear fruit, you will get pruning. അത് ചെയ്ത ശരിയായില്ലടാന്ന് പറയും. അതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അധികം ബെസ്റ്റ് വരാൻ വേണ്ടിയാ. I will say what you did was wrong, so that the better thing can come out. വെല്ലം പ്രവർത്തിക്കുന്നവനെ വഴക്ക് കേട്ടത്തുള്ളൂ, ഒന്നും പ്രവർത്തിക്കാത്തവനും ഒരു വാക്ക് വരത്തില്ല. Those who don't work, ഒന്നും ചെയ്യാത്തവരുടെ എന്തോ പറയാനാ? if you don't do anything, you don't get anything. ഹല്ലേലൂയ. Hallelujah. എന്നാ പ്രവർത്തിക്കുന്നവയ്ക്ക് അവനെ ഉത്സാഹിപ്പിക്കാൻ കാര്യം അധികം ഫലം. ഇവന്റെ അകത്ത് റിസോൾട്ട്സ് ഉണ്ട്, ഇതിനെ പുറത്തു കൊണ്ടിട്ടുണ്ടായിരുന്നു. But if you begin to do something to bring out the best in you, you will be pruned. ഒരു കാര്യം ചെയ്യുന്നുണ്ടെ പറയാ, ബെസ്റ്റാ നീ ചെയ്തിരിക്കുന്ന പറഞ്ഞില്ല, അതിനകത്ത് കുറച്ചുകൂടെ നിന്റെ അകത്തിരിപ്പുണ്ടല്ലോ, കുറച്ചുകൂടെ നല്ല സാധനം വരാന്. നീ ആ പ്രാർത്ഥിച്ചു പറഞ്ഞ ആ വാക്ക് വേറെ നിനക്ക് നിന്റെ അകത്തുണ്ടല്ലോ, വൊക്കാബുലറി, നീ അത് കൊണ്ടുപോവാ. നല്ല ഭാഷകൾ പറ, സംസാരിക്കുന്നുണ്ടെ മലയാളം ആയിക്കോട്ടെ, നല്ല നല്ല ഭാഷ പറ. നമ്മളെ പണ്ട് തൊട്ടേ വേദോത്സവം വായിക്കാൻ ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കൽ പറഞ്ഞത്, മലയാളം വായിക്കണം, മാതൃഭൂമി വായിക്കണം, ആഴ്ചപ്പതിപ്പ് വായിക്കണം, ബൈബിള് പാടണം. You must read the newspaper, you must read the magazine, but Bible you must recite. ഹല്ലേലൂയ. മുറിച്ചു കളയുന്നു. 15:2 യോഹന്നാൻ 15:2 മുറിച്ചു കളയും. 15:2 cut off. ആമേൻ. ഹല്ലേലൂയ. എന്തിനാ അത് മുറിച്ചു കളയുന്നത്? മരത്തിന് കേട് വരാതിരിക്കാനാ. കാര്യം കായ്ക്കാത്ത, so that the rest of the tree is not affected. ഞാനൊരു ബഡ് മാവ് വെച്ചായിരുന്നു, മനസ്സിലായോ? അതിന്റെ ബ്രാഞ്ചും ബഡ് ഉള്ള സാധനം നമ്മുടെ കിളിച്ചു വരേണ്ടി നല്ലതാണല്ലോ നമ്മൾ വളർത്തിക്കൊണ്ട് വരാം. നല്ലത് വളർന്നു വന്നു കഴിഞ്ഞപ്പം രണ്ടായിട്ട് ഈ ബ്രാഞ്ച് ഇങ്ങനെ മാറി. ഒരു ബ്രാഞ്ചിൽ ഭയങ്കര പുളിയുള്ള മാങ്ങയും മറ്റേ ബ്രാഞ്ചിൽ ഭയങ്കര മധുരമുള്ള മാങ്ങയും. അതെങ്ങനെ സംഭവിക്കുന്നു?
I had a bud mango tree. One branch had sweet mango, one branch had bitter one. അയ്യോ, കണ്ടാൽ അതുപോലെ ഇരിക്കുന്നത്, പക്ഷേ ഒരു ബ്രാഞ്ച് മാത്രം സെപ്പറേറ്റ് പോയിരിക്കുന്ന, ഒന്നത്തെ ഭയങ്കര പുളി. The one which was a separate branch. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാഴ്ചയ്ക്കും എല്ലാം കൂടെ ഭയങ്കര മണവും എല്ലാം ഭയങ്കര രുചി. The other branch mangoes were beautiful and അപ്പൊ tasty. ഞാനെന്ത് ചെയ്തു കഴിഞ്ഞാൽ ആ കൊള്ളാത്ത ബ്രാഞ്ച് അങ്ങ് മുറിച്ചു കളഞ്ഞു. So I cut off the branch that was not good. മുറിച്ചു കളഞ്ഞപ്പോ മരം എനിക്കിട്ടൊരു പണി തന്നു. Then the tree gave me some. പിന്നെ ഇതേലും ഉണ്ടായതല്ല ഈ പുളിച്ചത് തന്നെയാണ്. Whatever grew in the rest of the time became bitter. അതാണ് കർത്താവ് പറഞ്ഞത്, കള കാണും, Weeds may be there. നിക്കട്ടെ. Let it be. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഈ വീശുമറോ എന്നൊക്കെ പറഞ്ഞു കാണില്ല, പതിരും മണി നെൽമണി ഉള്ളതും പതിരുമുള്ളതും ഉണ്ടല്ലേ, പതിരവിടെ ഇരിക്കട്ടെന്നേ. But there will be good seed and the bad ones where you swim. ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. Let it be there. കാര്യം അത് ഈ നിറവുള്ളവൻ എന്നും നിറഞ്ഞിരിക്കും, അവനങ്ങ് തെറിച്ചൊന്നും പോകത്തില്ല. The good പതിര് grain will പോലെ ഇരിക്കുന്ന always ചെറിയൊരു remain. കാറ്റുണ്ടായത്, ചെറിയൊരു സംഭവം ഉണ്ടായത് പറന്നു. But when a small wind comes, the unwanted things will fly ചിലതിനെ നമ്മൾ away. മുറിച്ചു കളയണം, ചിലത് ആ ചെറിയ കാറ്റ്, ആ വിൻഡിൽ they get separated. Some you need to cut off, some will get separated with the wind. ഹല്ലേലൂയ. ചിലത് നഷ്ടപ്പെടുമ്പോൾ ഓർത്തോണം, ദൈവം നമ്മളെ അടുത്ത തലത്തിൽ അല്ലെ നിന്നെ അടുത്ത തലത്തിലേക്ക് മാറ്റുകയാണ്. When some things get cut off, God is raising you to another level. In one word I say, get rid of old devil and get into the new level. In another word, it is getting rid of the devil and get to a new level. നിന്റെ ഉയർച്ചയ്ക്ക് നന്മയ്ക്ക് വളർച്ചയ്ക്ക് വിരോധമായിരിക്കുന്നതിനൊക്കെ ദൈവം ചിലപ്പം മുറിച്ചു മാറ്റുമായിരിക്കും. God may cut off certain things that are a block to your growth. ആമേൻ. ഹല്ലേലൂയ. ലൂക്കോസ് 7:15. Luke 7:15. ആമേൻ. ലൂക്കോസ് 7:15 എടുത്ത് വായിച്ചാട്ടെ. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സബ്സ്ട്രാക്ട് ചെയ്യാൻ പോവുകയായിരുന്നു. കാര്യം അമ്മയ്ക്ക് ഒരു മോനേ ഉള്ളൂ. എന്താ പറ്റി? മോന് മരിച്ചുപോയി. അവരുടെ ജീവിതത്തിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് പറഞ്ഞ് കിഴിച്ചു പോവുക, അല്ലെങ്കിൽ അത് ഇല്ലാതായി പോവുകയാണ്. കർത്താവ് എന്ത് ചെയ്തു? വന്നിട്ട് ആഡ് ചെയ്തു. A son was to be lost, to be subtracted, but Jesus came and added it. അപ്പൊ നിന്റെ സന്തോഷത്തെ കെടുത്തുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇന്ന് നീ വിചാരിച്ചോണം, അത് കർത്താവിനോട് നീ പറയുക. കർത്താവ് അത് കാണുന്നുണ്ടെങ്കിൽ നിന്റെ സങ്കടങ്ങളെ അവൻ മാറ്റിയിട്ട് അവിടെ അവൻ സന്തോഷത്തെ നിറച്ചു തരും. If there are some things that takes away your joy, tell the Lord about it. He will bring it back, fill the gap and add it to you. ശാരീരിക രോഗത്തിന്റെ മേൽ ഒരു സബ്സ്ട്രാക്ഷൻ, ഒരു കിഴിക്കൽ ഇപ്പോൾ നടക്കട്ടെ. Let there be a subtraction on your sickness today. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ സഭയ്ക്കകത്തേക്ക് ആളെ ചേർക്കുന്ന ആളാണോ? Are you somebody who brings people into the church? അതോ കുറയ്ക്കുന്ന ആളാണോ? Or do you subtract വലിയ people from the കുഴപ്പമില്ലാതിരിക്കുന്നവനൊക്കെ church? പോയി ചുമ്മാ വെറുതെ എന്തെങ്കിലും വർത്താനം പറഞ്ഞ് അവനെ കൂടെ തിരിക്കുന്ന ആളാണോ? Do you bring division in the church? അതോ പുറത്തു നിൽക്കുന്നവനോട് വിളിച്ചു കേട്ടുന്ന ആളാണോ? Or are you people who add people to the രണ്ടിനും church? കൂലിയുണ്ട്. There is a reward for both. അല്ലേ? രണ്ടിനും കൂലിയുണ്ട്. There is a reward for യോഹന്നാൻ both. 4:36 വായിച്ചാട്ടെ. John 4:36. വിധിക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി കൊയ്യുന്നവൻ എന്ത് സംഭവിക്കും? കൊയ്യുന്നവൻ ഉറപ്പായിട്ടും കൂലി കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർവസ്റ്റിൽ പങ്കെടുക്കുന്നവന് കൂലി കിട്ടും. He who reaps receives wages. ഹാർവസ്റ്റ് നടത്തുന്നവന് കൂലി കിട്ടാതിരിക്കുമോ? Whoever does the harvest will get wages. ഞാൻ ഇങ്ങനെ ഇച്ചിരി നിങ്ങൾക്ക് മനസ്സിലായി, സഭയ്ക്കകത്ത് ആളെ കൊണ്ടുവരുന്നവൻ ഫിനാൻഷ്യലി ബ്ലസ് ആണ്. Or those who bring people to the church are financially blessed. സാമ്പത്തിക നന്മ എന്ന് പറയുന്ന ഒരു ഭയങ്കര വിഷയമാണ്. കാര്യം ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്ന വിഷയമായതുകൊണ്ട് ഞാൻ കൂടെ സാമ്പത്തിക നന്മയെ കുറിച്ച് പറയും. നിനക്ക് ചവിട്ടിക്കേറാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നീ ഓരോരുത്തനെ പൊക്കിയെടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ സാമ്പത്തികമായിരിക്കുന്ന ഇല്ലായ്മയ്ക്കകത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നടക്കും. If you bring somebody to the church, God will work on your finances and bless you. ഹല്ലേലൂയ. Hallelujah. ചേർക്കുന്നവനാകണം, പണിയുന്നവനാകണം. You should be someone who will add people and build people in the church. ദൈവസന്നിധി നിങ്ങൾ തന്നെ ഓർത്തുക, ദൈവസന്നിധി വന്നതിന് ശേഷം എന്തൊക്കെ നന്മകളാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. What all blessings came to you in the presence of Praise the God. Lord. Hallelujah. Hallelujah. നിങ്ങളോട് പറയണം, നിങ്ങളുടെ ലൈഫിനകത്ത് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെടട്ടെ, ചേർത്തു വരട്ടെ, കൂട്ടി വരട്ടെ.
And I want to declare that even in your life, let new things get added. ആമേൻ, ഹല്ലേലൂയ. ഈ അട്രാക്ഷൻസ് ഒന്നും ആഡ് ചെയ്യണ്ട, നല്ല കാര്യങ്ങൾ ആഡ് ചെയ്യട്ടെ. Let good things get ആമേൻ. added. ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്ന അട്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്ന AI മോഡലിലുള്ള സാധനങ്ങൾ വേണ്ട, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. We don't want artificial things or AI model things. We ഇന്ന് want real things ഇന്ന് to അവിടെ be നിന്ന് പറയാം, added. എല്ലാ മണ്ടത്തരങ്ങളുടെ മേലും ഒരു സബ്സ്ട്രാക്ഷൻസ് നടക്കട്ടെ. Let there be a subtraction ചെയ്ത of all മണ്ടത്തരങ്ങളെല്ലാം foolishness. കിഴിക്കപ്പെട്ടു പോകട്ടെ, അതെല്ലാം കുറഞ്ഞു പോകട്ടെ. മരണം, ദാരിദ്ര്യം, ബുദ്ധിമുട്ടുകളെല്ലാം കുറഞ്ഞിട്ട് അവിടെയെല്ലാം സമൃദ്ധി ഉണ്ടായി വരട്ടെ. Death, sickness, and all these things be subtracted, and let there be an abundance. Let the wisdom of God be added unto you. നിന്റെ മേൽ ആ ദൈവത്തിന്റെ വിസ്ഡം കയറി വരട്ടെ, യേശുവിന്റെ നാമത്തിൽ. And let the wisdom of God be added unto you. മനുഷ്യരിലുള്ള ആശ്രയങ്ങളെല്ലാം സബ്സ്ട്രാക്റ്റഡ് ആകട്ടെ. All trust in men be subtracted. നട്ടലോട് നിൽക്കുന്ന എപ്പോഴാണ് അറിയാം? ദൈവത്തെങ്കിലും ആശ്രയത്തിലാണ്. When you trust in God, you can stand straight. മനുഷ്യരിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഡിമാൻഡ് ചെയ്യും. ദൈവത്തെങ്കിലും ആശ്രയിച്ചാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. If you trust in men, they will begin to demand. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ ആരാണ് സഭയോട് ആമേൻ ആൾക്കാരെ ചേർത്തത്? ദൈവമാണ്. Who added people to the church? It is God. അത് ഇതിനകത്താണെങ്കിലും ആള് വരുന്നതിന്റെ കാര്യം എന്താ ചോദിച്ചാൽ ദൈവം സഭയോട് ആളെ ചേർക്കുന്നത്. God adds people to the church. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട്, അബ്രഹാമിനെ നോക്കുമ്പോൾ അവിടെ കാണുന്നത് അബ്രഹാം ഒരു വലിയ ബിസിനസ്മാൻ പ്രോഫറ്റ് ആയിരുന്നു. Abraham was a businessman prophet. കൊള്ളാമല്ലേ? അയാൾ ഭയങ്കര ബിസിനസ്സുകാരനായിരുന്നു. അയാൾ He was a great businessman. പുള്ളി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ 13-ാം അധ്യായമൊക്കെ വായിക്കുന്ന പറഞ്ഞുണ്ടല്ലോ, എന്തുമാത്രം ആടുമാടുകൾ, How many sheep, എന്തോരം സിൽവർ, വെള്ളി, how much of silver സ്വർണ്ണക്കടയൊക്കെ തുടങ്ങി. and gold. അച്ചയൻസ് ഗോൾഡ് അല്ലേ? ഗോൾഡ്. ഫൈനലി എല്ലാം അങ്ങോട്ട് കഴിഞ്ഞ വെച്ച് മുമ്പോട്ട് ചെയ്യുന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് വരെ തുടങ്ങി, മൊത്തം ആളുടേതായി. And the entire land he began to own. വലിയ കാര്യത്തിൽ ലോത്ത് പോയി അവിടെ ഇച്ചിരി സ്ഥലം വാങ്ങിച്ചു, അതും ഇപ്പം അബ്രഹാമിന്റെ ടൈറ്റിലിനകത്ത് കിടക്കുന്നു. Whatever belonged to Lot also came to Abraham. മാത്രമല്ല പ്രൊഫസി, പ്രൊഫറ്റിക്കൽ അട്രൻസ് ഉണ്ടായി. He had prophetical words. ഞാൻ അങ്ങനെ കച്ചവടം ചെയ്യുന്നവർ, ആരും ബിസിനസ് ചെയ്യുന്നവർ, നീ ഒരു ബിസിനസ്മാൻ പ്രോഫറ്റ് ആയിട്ടിരിക്കണം. Those who are doing business, may you be a businessman എല്ലാം വിട്ടിറങ്ങിയത് prophet. അബ്രഹാം. എല്ലാം വിട്ടിറങ്ങിയപ്പം കർത്താവ് പറഞ്ഞു, എല്ലാം വിട്ടിറങ്ങിയോണ്ട് നീ പാപ്പരായിട്ടിരിക്കുന്ന പറഞ്ഞാൽ ഞാൻ നിന്നെ, എനിക്ക് വേണ്ടി ഇറങ്ങിയ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. You left everything for me. Don't be a pauper. ആ I will പേരാണ് increase you. വർദ്ധിപ്പിക്കുന്നതിന്റെ പേരാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബറാക്ക. നീയാണ് അനുഗ്രഹം. The one who makes you increase is called Barakah. You are a blessing. ജോസഫിനെ നോക്കിക്കേ, ഒരു പുൾപിറ്റ് മിനിസ്റ്റർ ആയിട്ടല്ല ജോസഫ് നിൽക്കുന്നത്. ഒരു പുൾപിറ്റ് അങ്ങോട്ട് ഇട്ടേച്ച് ഒന്നുണ്ടാകുമ്പോൾ ദൈവം നല്ലവനാണ്, വല്ലവനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാന്നു അല്ല, ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലത്തെ മാറ്റിയവനവൻ. Joseph was not a pulpit minister, but he took away the financial problems of a country. ജോസഫിന് കൊടുത്ത ദൈവിക ജ്ഞാനത്താൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായ പ്രശ്നത്തിന്റെ മേൽ ദൈവത്തിന്റെ ജ്ഞാനത്താൽ അവൻ അവിടെ ആ രാജാവിനെ രക്ഷിച്ചു. Because of divine wisdom, God used Joseph to take care of the financial problems of a country. എന്തോ സംഭവിച്ചത്? സ്വപ്നത്തിൽ 7 പശുവിനെ കണ്ടു. He saw 7 calves. ഡാനി പറയുന്നത് 7 പശുവിനെ കണ്ടിരുന്നു. എപ്പോഴും ഈ ബീഫ്, എപ്പം പെറോട്ടയും കൂട്ടി ബീഫ് തിന്നുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തേനെ. ഡാനി പറയോ, എല്ലാരും കൂടെ വിളിക്കണം, പെരുമ്പാവക്കാരെ അവരെല്ലാം കൂടെ വിളിക്കണം. അയ്യോ 7 പശുവിനെ, എന്തുമാത്രം ബീഫ്. അയ്യോ, How much of beef we could eat. ജോസഫ് ബീഫും പൊറോട്ടയൊന്നും അല്ല കണ്ടത്. അവനത് കണ്ടപ്പം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലായി. He understood how to handle financial മനസ്സിലാകുന്നുണ്ടോ? situation. ദൈവിക ദർശനത്തിനകത്ത് നീ നിന്റെ ലൈനിലല്ല ഓടിക്കേണ്ടത്, ദൈവിക ജ്ഞാനത്താൽ അതിനെ കൈകാര്യം ചെയ്യണം. You need to handle with divine wisdom. ജോസഫിന്റെ മേൽ ഫിനാൻഷ്യൽ അനോയിന്റിംഗ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. Financial anointing worked in Joseph. ദൈവം ദർശനങ്ങൾ തരും, അതിനകത്ത് എന്തോ വരണം? ദൈവിക ജ്ഞാനത്താൽ അതിനെ കൈകാര്യം ചെയ്യണം. You need to handle with divine wisdom. ഇന്ന് ഞാൻ പറയാം, ഈ നവംബർ 1-ാമത്തെ ആഴ്ചയിൽ നിന്റെ ആത്മീയ മണ്ഡലം തുറക്കട്ടെ. Let your spiritual area be opened in this ആമേൻ. രാജ്യം പട്ടിണിയിൽ പോകാതിരിക്കാൻ പ്രത്യേക അനോയിന്റിംഗ് ജോസഫിന്റെ മേൽ വന്നതുപോലെ നിന്റെ കാര്യങ്ങളുടെ മേൽ നിന്റെ പട്ടിണിയെ മാറ്റുന്ന ഒരു പ്രത്യേക അഭിഷേകം നിന്റെ മേൽ ഉണ്ടാകട്ടെ. If a special anointing came upon Joseph to remove the poverty of a country, let such anointing remove the poverty in your life. ആ വാക്കിലേക്ക് വന്ന യുളോജി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒരുവൻ മരിച്ചു, ആ മരിച്ചവനെ കുറിച്ച് പ്രശംസാ വാക്കുകൾ നമ്മൾ ഈ പാടുന്നതല്ല. ഓ അങ്ങ് മാത്രം മതി, അങ്ങ് മാത്രം, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞ് അവനെ സ്തുതിക്കുമ്പോൾ അതിനകത്തൊരു അനുഗ്രഹം ഇരിപ്പുണ്ട്. അനുഗ്രഹം നീ അറിയാതെ നിന്റെ മേൽ ഒഴുകാൻ തുടങ്ങും.
Let's come back to the word eulogy. Through somebody's death, we have received blessings. And when we understand this blessing, it begins to flow in our lives. അതിനാണ് അബ്രഹാമിനെ കൊണ്ടുവച്ച് പറയാണ്, ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനും വർദ്ധിച്ചു വരുന്നവനുമായിരുന്നു. And that is why we have Abraham, who was blessed and who increased. ഹെബ്രായർ 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്ന കേട്ടില്ലേ, രണ്ടു കാര്യങ്ങളാൽ നമുക്ക് ഉറപ്പ് വരേണ്ടത്. ആ വാക്ക് പറയുന്നത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവൻ വർദ്ധിച്ചു വരണം. Hebrews 6:14 says, you should be blessed and you ഞാൻ should നിന്നെ increase in the blessing. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പറഞ്ഞ വാക്കിനകത്തേക്ക് യേശുക്രിസ്തു നിമിത്തം നമ്മളെ കയറ്റി വെച്ചിരിക്കുന്നത്. Jesus has stepped us into a മുമ്പോട്ട് place കാണിച്ച മോളെ, where മുമ്പോട്ട് ആ വാക്യങ്ങൾ കാണിച്ച് 14, 16, 17, 17 അങ്ങനെ ദീർഘക്ഷമയുടെ അടുത്ത വാക്യം കാണിച്ച് 17 ഞങ്ങളൊക്കെ ഒന്നുകൂടെ ഇവിടെ നോക്കി വാഗ്ദത്തം. അതുകൊണ്ട് ദൈവം കാണിപ്പാൻ ഉറപ്പും കൊടുത്തു. അടുത്ത വാക്യം 18. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചതുമായ വായിച്ചത്, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറി. നിങ്ങൾ കേട്ട്, ഞാൻ ചർച്ചിന് വേണ്ടിയാ പറയുന്നത്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നമ്മള് മാറിപ്പോകാത്തവനും ദൈവത്തിന് ഭോഷ്കു പറയുവാൻ കഴിയാത്തത് രണ്ട് കാര്യങ്ങൾ. ആ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ഏതാ രണ്ട് കാര്യങ്ങൾ? മുമ്പേ പറഞ്ഞത്, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നീ വർദ്ധിക്കുകയും ചെയ്യും. Two immutable things by which in which it is impossible for God to lie, and that is the blessing God gave Abraham. യഥാർത്ഥമായ ബറക്ക എന്ന് പറയുന്ന വാക്കിനകത്ത് കിടക്കുന്നത്, നീ മൾട്ടിപ്ലൈ ചെയ്യണം, നീ പെരുകി വരണം. The word barakah says you should multiply. ഇത്രയും മതി കർത്താവ്, ഇത്രയൊക്കെ മതിയല്ലോ, സ്വോത്രം എന്ന് പറഞ്ഞ അവിടെ ഇരിക്കാനല്ല പറഞ്ഞ, നിനക്ക് നിന്നെ അറിയാൻ വയ്യാത്തതുകൊണ്ട് നീ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നീ പെരുകി വരണം. Don't say this is enough for me, but you need to have the right understanding. You are blessed by heaven. അപ്പോഴാണ് നീ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. That's when you will be able to give വാരി വിതറി generously ദരിദ്രർക്ക് to കൊടുക്കുക എന്ന് the പറഞ്ഞാൽ poor. അതിന്റെ കണക്ക് നീ സൂക്ഷിക്കുന്നില്ല. കാര്യം നിനക്ക് തന്നെ അറിയത്തില്ല എത്രയാ കൊടുത്തെന്ന്. Because you don't have an account of how much you gave to the poor. മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ ഇന്ന് രാവിലെ 7 പശുവിനെ കണ്ടപ്പോ ഒരു രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് അവന്റെ ജ്ഞാനത്തെ ദൈവം മാറ്റിയെങ്കിൽ, നിന്റെ മേൽ പകരപ്പെട്ട ഈ അഭിഷേകത്താൽ നിന്റെ പട്ടിണി മാത്രമല്ല, നിനക്ക് ചുറ്റുമുള്ള സകലവരുടെ സ്റ്റാർവേഷൻ, സകലവരുടെ പട്ടിണിയെ ഇല്ലാതാക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം ക്രിസ്തുയേശുവിൽ നിന്നെ ആക്കി വെച്ചിരിക്കുക. If Joseph was taken to remove the poverty of a nation, like Abraham was blessed, you will be blessed to take away the poverty of so many around you. എസ്തേറിനോട് ചോദിക്കുന്നു, why you are placed in such a situation? നിന്നെ എന്തിനു രാജ്ഞിയാക്കി വെച്ചിരിക്കുന്ന? നീ അവിടെ ഇരുന്ന് രസിക്കുകയാണോ? Why was Esther lifted to the position of a queen? നീ ക്വീനായിട്ടിരിക്കുകയാണ്, നീ രാജ്ഞിയായിട്ടിരിക്കുകയാണ്. എന്തിനാണ്? Why? സഭയെ നീ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിന്നെ എന്തിനാ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്? Church, if you are washed and sanctified by the blood of Jesus, why are you രണ്ട് here? കാര്യങ്ങൾ നിന്റെ അകത്ത് ഉറപ്പ് വരണം. നീ അനുഗ്രഹിക്കപ്പെട്ടവനും നീ വർദ്ധിച്ചു പെരുകി വരുന്നവനാണ് നിനക്ക് മനസ്സിലാക്കണം. You need to understand these two things. You are blessed and you should increase in your blessing. ആ രണ്ട് കാര്യങ്ങൾ, ആ പ്രത്യാശയുടെ പേര് എൽപിസ് എന്ന് പറഞ്ഞ വാക്ക്. എൽപിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പ്രത്യാശയ്ക്കകത്ത് ഇനി ഒരു ഭംഗവും വരത്തില്ല. And that's the word elpis is used. You will not be joyful disappointed. and confident expectation of God. എനിക്ക് ദൈവം എന്ന് പറയുമ്പോൾ ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണമെന്നല്ല എനിക്ക് വരുന്നത്. ദൈവം എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ദൈവം എന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. I know that this God will bless me and increase me. ആമേൻ, ഹല്ലേലൂയ. Hallelujah. ചിലരുടെ വിചാരം ദൈവത്തിന് ഈ പൈസ ഭയങ്കര ദേഷ്യമാണ്. Something that God is against money. ദാരിദ്ര്യം പ്രസംഗിച്ചവരെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച്, ദരിദ്രരായിട്ട് അവർ ജീവിക്കും. Those who preach about poverty will ക്രിസ്തുയേശുവിലുള്ള stay സമ്പന്നത poor. ശ്രദ്ധിച്ചു നോക്കി, അവർ സമ്പന്നരായിട്ട് നടക്കും. Those who preach about abundance will stay in അങ്ങനെയുള്ളവരെ നിങ്ങൾ abundance. ശ്രദ്ധിച്ച്, കർത്താവിലുള്ള സമ്പന്നത മനസ്സിലാക്കിയവൻ മറ്റുള്ളവരെ സഹായിക്കും. Those who know the abundance, they Hello. will help others. അല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? സഭയെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ക്രിസ്തുയേശുവിലുള്ള സമ്പന്നത മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഭണ്ഡാരത്തെ നിറയ്ക്കുവാൻ അവൻ മതിയായവൻ. നിങ്ങൾ അതിനകത്തുനിന്ന് എടുത്ത് മറ്റുള്ളവരെ സഹായിക്കും. God is able to fill your storehouses so you can be a blessing. ബിക്കോസ് അതാണ് കർത്താവ് കൊടുത്തിരിക്കുന്ന വാക്കുകൾ. നീ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും നീ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നീ വർദ്ധിച്ചു വരുന്നവനുമാണ്. That's why the word of God says you are blessed with all spiritual blessings in the heavenly ഇതില്ലെങ്കിലുള്ള places. കുഴപ്പം എന്താണെന്നറിയാം? ഫിയർ, പേടി, ഒന്നും ചെയ്യാൻ ധൈര്യം വരത്തില്ല.
കോൺഫിഡൻസ് പോയി, ധൈര്യമില്ല. You don't have confidence to do anything. കണ്ടില്ലേ? അതുകൊണ്ട് അവൻ ഞായറാഴ്ച വന്നാലും അവൻ ഇങ്ങനെ നിൽക്കും, ആരാധനയ്ക്ക് വന്നാലും ഇങ്ങനെ നിൽക്കും. ഞാൻ ഒന്നുമില്ല, ഒന്നുമില്ല, ധൈര്യമില്ല. No confidence. കാര്യം ക്രിസ്തുവിലുള്ള അനുഗ്രഹത്തെ കുറിച്ച് അവൻ അറിയത്തില്ല. Because you don't know about the Take that blessing four in words Christ. from me. ആ 4 വാക്കുകൾ എടുത്ത്, addition, multiplication, division and subtraction is very much needed. നിന്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത്, ദൈവരാജ്യത്തിനകത്ത്, ജീവിതത്തിനകത്ത് നിനക്ക് ഈ 4 വാക്കുകൾ ആവശ്യമാണ്. ഞാൻ മരിക്കുകയില്ല, ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. Declare the works of God. എന്തിനാ അത് പറയുന്നത്? കുറെ നാൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. എനിക്ക് ജീവൻ തന്ന കാലം മുഴുവൻ ഞാൻ അവനെ ഉയർത്തും. As long as I live, I will lift up the name of the Lord. 91 സങ്കീർത്തനം അവസാന വാക്യം കൂടെ ഇത് ഞാൻ കണ്ടിന്യൂസ്ലി പറയുന്നത് നിങ്ങളുടെ അകത്ത് രജിസ്റ്റേർഡ് ആകാൻ വേണ്ടിയാ. 91 സങ്കീർത്തനം നമ്മുടെ സങ്കീർത്തനം, 90 സങ്കീർത്തനം അല്ല. We need to talk about Psalm 91. പറഞ്ഞു 90 സങ്കീർത്തനം ജാകുന്ന സങ്കീർത്തനം, 95 സങ്കീർത്തനം ജീവിച്ചിരിക്കുന്ന സങ്കീർത്തനം. Psalm 90 is Psalm of death, Psalm 91 is one of life. ആമേൻ. ഹല്ലേലൂയ. പൊറുതിമുട്ടിയവന്റെ സങ്കീർത്തനം 90 സങ്കീർത്തനം, കർത്താവിനെ കണ്ട് ആനന്ദിച്ചവന്റെ സങ്കീർത്തനം 91 സങ്കീർത്തനം. One who is stuck up in life is Psalm 90, but one who is seeing the salvation of God is Psalm 91. സങ്കീർത്തനത്തിൽ ലാസ്റ്റ് വേഴ്സ് കാണിക്കുക വേഗത്തിൽ. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. എത്ര പേർക്ക് ദീർഘായുസ് വേണം? Long life I will satisfy him and show him my salvation. മോനെ 2 കൈയൊക്കെ പൊക്കി നീ ഓർത്തോണം, ദീർഘായുസോടെ ഇരുന്നാണ്ടല്ലോ മറ്റുള്ളവരെ സഹായിച്ച് നീ ഉണ്ടല്ലോ അങ്ങ് പെരുകും. If you have long life, Sure. you will be able to help somebody with your money. You will increase. ഞാൻ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കും, ഒരുപാട് പേരെ എനിക്ക് സഹായിക്കാൻ പറ്റും. I want to live long to help many people. ഞാൻ സൗഖ്യം നൽകാൻ കർത്താവ് എന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത്, ഞാൻ സൗഖ്യമാക്കും. I will heal people. ദൈവത്തിന്റെ ഹിതമാണ് സൗഖ്യമാകട്ടെ എന്ന് പറയുന്ന ആളല്ല ഞാൻ. യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകട്ടെ. Jesus name be healed. ദൈവത്തിന്റെ ഹിതം ഒന്നും ഇവിടെ പ്രവർത്തി. ദൈവത്തിന്റെ ഹിതം എന്റെ മേൽ യേശുവിനെ തന്നപ്പോൾ ഹിതം പൂർത്തിയായി. God's will is fulfilled through മാത്രമല്ല ഹല്ലേലൂയ നീ സൗഖ്യമാകട്ടെ എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ കലവറയ്ക്കകത്തുള്ള ഓപ്പറേറ്റ് ചെയ്ത് നിന്റെ കയ്യിൽ എത്തിക്കുവാൻ എന്നെ ഓർഡർ ചെയ്തിരിക്കുക. God has also ordained me to take from the storehouse of heaven and give it to you. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്കറിയാം ERCയിൽ ഏഞ്ചൽസ് ഉണ്ട്. ERC has angels. ERC ഏഞ്ചൽസിനെ കണ്ടവരില്ല ഒരു ഹല്ലേലൂയ പ്രതി. Those who see the ERC angels say hallelujah. Hallelujah. Are you that angel? Are you the angel? Are you that angel? Are you the angel? നീയാണോ ERCയുടെ സ്വർഗ്ഗം നിയോഗിച്ചിരിക്കുന്ന മാലാഖ? നീയാണോ? Are you the ERC angel? ആരും അറിയാതെ കൊടുക്കാൻ പഠിക്കണം. You need to learn to give without ആരും അറിയാതെ കൊടുക്കുമ്പോഴാണ് നീ ഏഞ്ചൽ ആയി മാറുന്നത്. When you give without others knowing, you become an മറ്റവരുണ്ട്, angel. മൈക്കിളുണ്ട്, അവരൊക്കെ ഉണ്ട്, പേരൊക്കെ ഉള്ളവരുണ്ട്, അവിടെ ഇരിക്കട്ടെ. All the angels with names, let them. എന്തിനു പറയും? നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ദൂതന്റെ പേരറിയാം നിങ്ങൾക്ക്? Do you know the name of the angel next to you? അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ ആരും അറിയാത്ത ഒരു ഏഞ്ചലായി ദൂതനായിട്ടിരിക്കാൻ നിനക്ക് പറ്റുമോ? Can you be an angel to help others? ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. അതിന് ജീവിച്ചിരിക്കണ്ടായോ? അലിസോച്ചമേ You need to live. ജീവിച്ചിരിക്കണ്ടായോ? You need to എന്തിനാ live. ജീവിച്ചിരിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന ഒത്തിരി പേരെ സഹായിക്കാൻ എനിക്കുണ്ട്. To help many people. നീ ആ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും, പക്ഷേ എന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റുന്ന അവൻ എനിക്ക് പെരുക്കി തരും. അവൻ ഹല്ലേലൂയ ചിലതിനെ എനിക്ക് കൂട്ടിത്തരും. God will add something to me. അവൻ സ്വർഗ്ഗരാജ്യത്തിന്റെ സകലതും എന്റെ മേൽ ഒഴുകാൻ തുടങ്ങും. Every good things in the kingdom will flow into me. മോശമായിട്ട് എന്തോ ഉള്ളത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ചിന്തയാണ് ഭയം എന്ന് പറയുന്നത്. Fear is that something bad is going to എന്തോ happen. സംഭവിക്കാൻ പോകുന്നു. ഇടത്തെ കണ്ണിങ്ങനെ തുടിക്കുന്നു. You think that something bad is going to happen? That's fear. സഹിച്ച കിടക്കിട അത് സഹിച്ചാനെ കണ്ടപ്പോ ഇങ്ങനെ വെച്ചതാ. ഇടത്തെ കണ്ണ് തുടിക്കുന്നു, ഏതോ സംഭവിക്കാൻ പോവാ. അപ്പൊ സഹിച്ചാൻ പറഞ്ഞു എന്റെ അടുത്തിരുന്ന് മോൾ ഇങ്ങനെ തന്നെ വെച്ചോളാൻ പറഞ്ഞു. പിന്നെ രണ്ടുപേരും കയ്യെ പിടിച്ചോ അങ്ങനെയൊക്കെ we all fall down. Hallelujah. നമ്മൾ എന്തിനാ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? Why are we living here? To be a light. നമ്മൾ തോമസ് സഭയൊക്കെ എടുത്തു, നല്ല സ്ലോഗനൊക്കെ എടുത്തു. Lighted to be light. Has a good slogan. നമ്മളെ വെളിച്ചമാക്കിയത് എന്തിനാ? മറ്റുള്ളവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ. നമ്മൾ എന്തുവാ? We are lighted to light others. You talk from the bottom of your heart. നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറഞ്ഞാൽ who are you? Who are you? നീ ആർക്കെങ്കിലും വെളിച്ചം പകരുന്നതാണോ അതോ നീ പോയി സംസാരിച്ചിട്ട് അവരുടെ ജീവിതത്തിനകത്ത് ഇരുട്ട് കുത്തിക്കയറ്റുവോ? അതോ Or are you giving darkness to others? നെഗറ്റീവ് സംസാരിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തുയേശുവിൽ നീ സാധ്യതകളെ കുറിച്ച് പറയുന്ന വ്യക്തിയാണോ?
Do you speak negative? Do you speak possibility? ഒരു മൂവ്മെന്റിനെ നീ മുമ്പോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണോ അതോ മൂവ്മെന്റിനെ നീ പുറമോട്ട് വലിക്കുന്ന വ്യക്തിയാണോ? Do you take a movement forward or do you take a movement backward? ഹല്ലേലൂയ. Hallelujah. നീ ഒരു സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണോ അതോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന വ്യക്തിയാണോ? Do you give peace in a gathering or do you bring division? What you carry you will express it over there. നമ്മൾ കൊണ്ടു നടക്കുന്നതേ അവിടെ വരത്തുള്ളൂ. എന്താ നിങ്ങൾ Whatever you അകത്തിരിക്കുന്നത്? carry, eventually you will express it. വെളിച്ചമാണെങ്കിൽ വെളിച്ചം will emit. If you carry light, it will emit. കർത്താവ് പറഞ്ഞു കേട്ടില്ലേ, പ്രകാശം നൽകുന്നവരായിട്ട് നമ്മൾ ഇരിക്കുന്നു. You should be people who carry the light. Let me conclude with that. നിങ്ങൾ ഒരു വെളിച്ചമാണെന്ന് വിശ്വസിക്കുക. Believe that you are a light. Hallelujah. Hallelujah. You are the light of the world. You are the light of the world. Hallelujah. നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. You are the light of the ഇരുട്ടി world. കിടക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? There are so ഒരു many സാധ്യതകളുമില്ലാത്ത എത്രയോ darkness. പേരുണ്ടെന്നറിയാമോ? So many അവിടെ without any വെളിച്ചം പരത്താൻ നമ്മളെ possibilities. ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്നു. God has given us light to light the Hallelujah. darkness of others. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Let's close our eyes. ഹല്ലേലൂയ. പാസ്റ്റർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ.